ഹലോ, ഹലോ, ഇവിടെ കേക്കട്ടെ ഇതല്ലേ ടീച്ചറല്ലേ സംസാരിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് ഡല്ലി മിസ്. മോർണിംഗ് സിൻസി മിസ്. താമസിക്കാതെ തുടങ്ങാലോ അല്ലേ? ആ കേൾക്കാലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം ടീച്ചറെ. ഒരു സുവോളജിയിലെ ഒരെണ്ണം ഒരു നിങ്ങളുടെ ഭാഗം എക്കോ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ബാബുരാജ് സാറ് കയറിയിട്ടുണ്ട്. 3 പേർക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. മോർണിംഗ് ബാബുരാജ് സാർ. ഓക്കെ, ബാബുരാജ് സാർ ഗുഡ് മോർണിംഗ്. ആശാ മിസ് ഉണ്ടോ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. തുടങ്ങിയേക്കാം കേട്ടോ ആശാ മിസ്. ഓക്കെ ഓക്കെ. Good morning all. We are all gathered here today for the inaugural ceremony of Quaesitio 21-22, the National Conference on Research Methodology and Paper Presentation Competition organized by Research Cell, IQAC and PTA of St. Stephen's College, Uzhavoor. ശാസ്ത്രത്തിന്റെ വളർച്ചയാണ് നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം. മാനവരാശിയുടെ ഉന്നത ജീവിത നിലവാരത്തിലേക്കുള്ള ചുവടുവയ്പായി
ഗവേഷണ മേഖലകൾ മാറിയിരിക്കുന്നു. ചുറ്റും നടക്കുന്ന ഗവേഷണ പുരോഗതികളെപ്പറ്റി അറിയുവാനും പരസ്പരം ചർച്ച ചെയ്യുവാനുമുള്ള ഒരു വേദി ഒരുക്കിയിരിക്കുകയാണ് ക്വെസീഷ്യോ എന്ന ഈ പരിപാടിയിലൂടെ. ഇന്ന് ഈ മീറ്റിംഗിൽ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുവാനായി റിസർച്ച് സെൽ കൺവീനറായ ഡോക്ടർ സിൻസി ജോസഫിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Excuse me, am I audible? അതെ മിസ്. യെസ്. Good morning. Respected Principal Professor Lalli Kesariak, Chief Guest of the Program, NG University DCDC Dr. Baburaj PT, ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സജീവൻ TP, കോളേജ് ബർസാർ റെവറൻ ഫാദർ ജിൻസ് നെല്ലിക്കാട്ടിൽ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്റ്റീഫൻ മാത്യു, IQAC coordinator Lieutenant Jace Kurian, participants of the conference, dear colleagues and students. Quaesitio 21-22 എന്ന ഈ പ്രോഗ്രാമിന് ഇന്ന് രണ്ടാം വട്ടം തിരിതെളിയുമ്പോൾ സെന്റ് സ്റ്റീഫൻസ് കോളേജിന് പ്രതീക്ഷകൾ ഏറെയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല വിദ്യാർത്ഥികളുടെ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ഡെവലപ്മെന്റ് മാത്രമല്ല, ഗവേഷണ പാഠവത്തെ വികസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നൂതന പഠന രീതിയാണല്ലോ ലക്ഷ്യം വെക്കുന്നത്. സെമസ്റ്റർ സിസ്റ്റത്തിൽ അതിവേഗം സിലബസ് കവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ലക്ഷ്യം പ്രായോഗിക രീതിയിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ അധ്യാപകർക്ക് ഇത്തരം ഒരു കോൺഫറൻസ് വളരെ എളുപ്പത്തിൽ സാധ്യമാക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന നേട്ടം. ഇന്ത്യയിലെ വിവിധ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമുള്ള ഫാക്കൽറ്റീസ്, റിസർച്ച് സ്കോളേഴ്സ്, UG ആൻഡ് PG സ്റ്റുഡൻസ് വിവിധ വിഷയങ്ങളിൽ അവരുടെ റിസർച്ച് പേപ്പേഴ്സ് ഈ ദിവസങ്ങളിൽ അവതരിപ്പിക്കുകയും ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് റിസർച്ചിനോട് ഒരു പാഷൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ പ്രോഗ്രാമിന് ഞങ്ങളോടൊപ്പം നിന്ന് മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പൽ ശ്രീമതി ലല്ലി കേസറിയക്കിനെ യോഗാധ്യക്ഷ പദവിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. MG യൂണിവേഴ്സിറ്റിയിലെ കോളേജ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ഡയറക്ടറായ ഡോക്ടർ ബാബുരാജ് PT സാറാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി നമ്മോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത്. MG യൂണിവേഴ്സിറ്റിയുമായി അസോസിയേറ്റ് ചെയ്ത് നടക്കുന്ന ഈ കോൺഫറൻസിന് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കോളേജിന്റെ അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് ഡെവലപ്മെന്റിൽ ബെറ്റ ശ്രദ്ധാലുവായ പ്രിയപ്പെട്ട ബർസ ജിൻസ് നെല്ലിക്കാട്ടിലച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിന് ശേഷം ലൈഫ് സയൻസിന്റെ സെമിനാറിനും പേപ്പർ പ്രസന്റേഷനുമാണ് നടക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ നാഷണൽ സെന്റർ ഫോർ അക്വാറ്റിക് ആനിമൽ ഹെൽത്തിലെ അസോസിയേറ്റ് പ്രൊഫസറും എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയായ ഡോക്ടർ സജീവൻ TP ആണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യട്ടെ. അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്ത അബ്സ്ട്രാക്റ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട റിസർച്ച് പേപ്പേഴ്സ് ആണ് ഇന്ന് ഈ കോൺഫറൻസിൽ അവതരിപ്പിക്കുന്നത്. അതിലേക്കായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും എത്തിയിരിക്കുന്ന ഫാക്കൽറ്റി, റിസർച്ച് സ്കോളേഴ്സ്, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അത് ഇവാലുവേറ്റ് ചെയ്യാനായി എത്തിയിരിക്കുന്ന ജഡ്ജസ് എന്നിവരെയും ഞാൻ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവസാനമായി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്റ്റീഫൻ മാത്യു, IQAC കോർഡിനേറ്റർ ലഫ്റ്റനന്റ് ജെയ്സ് കുര്യൻ, ഈ പ്രോഗ്രാമിന് വിവിധ ഡിസിപ്ലിനിലായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരുണ്ട്. പ്രത്യേകിച്ച് പ്രോഗ്രാം ഓവറോൾ കോർഡിനേറ്റേഴ്സായ ഡോക്ടർ അരുൺ തോമസ്, ഡോക്ടർ മെർലി K. പുന്നൂസ്, അതുപോലെ തന്നെ ഇതിന് സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന PTA മെമ്പേഴ്സ്, PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, മറ്റ് സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Sinsi Miss.
Next, I would like to invite our principal, Professor Lali Kesiriak ma'am, for the presidential address. Good morning. Honorable guests of Deputy IQAC coordinator of our college, research cell convener, Dr. Cincy Joseph, today's resource person, Dr. Sajeevan, Quaesitio 21-22 coordinators, Dr. Merlike Pinnus and Dr. Arun Thomas, faculties, research scholars, participants, and my dear students. As all presenting papers is one of the main objectives for academic conferences position. Research and students from various disciplines will have a chance to present their work in front of colleagues of this to receive positive feedback and constructive criticism. The exchange of ideas on fields of interest seeds the link of future collaborations. I wish this conference will be able to build networks with the other academics and experts, share thoughts on recent advances and technological breakthroughs. Students will get an opportunity to expand their knowledge, upgrade their performances, increase their confidence. That's for sure by accomplishing our institute's objectives. Academic conferences will keep you updated on new findings that will have taken place. This is in fact one of the major reasons why Research Cell and IQAC of our college came forward to organize Quaesitio, the national conference and project presentation competition for students. In today's fast changing world, attending a conference has become a must to survive in an academic discipline. So I wish Quaesitio 2021-22 every success and let it be beneficial to all the participants. I use this opportunity to express the gratitude of our college to Dr. P.T. Baburaj, who inaugurating this year's episode. Thanks to college PTA and IQAC of our college, who rendered their support in every steps of organizing this program. Thank you all. Thank you very much. Thank you, Lali ma'am. Now I invite Dr. P.T. Baburaj sir, Director, College Development Council, MG University, for the inaugural address. Welcome, sir. Very warm good morning to all. Today, again, another conference organized by St. Stephen's College, Uzhavoor. For the last 1 year, I think so, this is the third or fourth program being organized by this college, especially under the leadership of our principal, Professor Lali Kesiriak. അതിനു മുമ്പായി ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ പേര് തന്നെ Quaesitio 21-22 നാഷണൽ കോൺഫറൻസ് ആൻഡ് പേപ്പർ പ്രസൻറ്റേഷൻ കോമ്പറ്റീഷൻ. പേപ്പർ പ്രസൻറ്റേഷൻ കോമ്പറ്റീഷൻ എന്നാണ്. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് കോമ്പറ്റീഷൻ മത്സരങ്ങൾ. പേപ്പർ പ്രസൻറ്റേഷൻ ഈസ് റിയലി എ പ്രോഗ്രാം വിച്ച് ഈസ് ഇൻറ്റൻഡഡ് ടു promote research paper program presentation. Here, another important thing is that competition. നല്ലതാണ്.
റെപ്രസെൻറ്റേഷൻ തന്നെ ഞാൻ ഒരിക്കൽ ഒരു 1-2 കോൺഫറൻസിൽ പോയപ്പോഴൊക്കെ റെപ്രസെൻറ്റേഷൻ നടത്തി. അവിടെയും കോമ്പറ്റീഷനിൽ അവിടെയൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് പേപ്പർ പ്രസൻറ്റർ ആയിട്ടുള്ള മൊമെൻറ്റോസും സർട്ടിഫിക്കറ്റും കിട്ടിയപ്പോഴൊക്കെ അതിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ്റെ മൂല്യം എന്താണെന്ന് എനിക്കറിയാം. അതിന് മുമ്പായി ഈ ക്വസേഷ്യോ പ്രോഗ്രാം ഇതുപോലെ ഉഴവൂർ കോളേജ് വീണ്ടും ഓർഗനൈസ് ചെയ്തിരിക്കുന്നു. അതിന് ചുക്കാൻ പിടിക്കുന്ന പ്രിൻസിപ്പൽ പ്രൊഫസർ ലാലി കെ ശ്രീയക്ക്, IQAC കോർഡിനേറ്റർ ലഫ്റ്റനന്റ് ജെയ്സ് കുര്യൻ, റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ സിൻസി ജോസഫ്, കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ അരുൺ തോമസ്, ഡോക്ടർ മെർലി കെ കുന്നൂസ്, അതുപോലെ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥികളെ, ഗവേഷകരെ, ക്ലാസ്സുകളെടുക്കാൻ വന്നിരിക്കുന്ന റിസോഴ്സ് പേഴ്സൺസ്, എല്ലാവർക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ DCDCയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഇന്നത്തെ പ്രസന്റ് സിനേറിയയിൽ റിസർച്ചിൻ്റെ ആവശ്യകത, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ നെറ്റ് കോച്ചിങ് ക്ലാസ് 27 വർഷമായി അതിൽ ക്ലാസ് എടുക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. അതിലെടുക്കുന്ന പേപ്പർ ടീച്ചിങ് ലേണിംഗ് ഏരിയയും റിസർച്ച് മെത്തഡോളജിയും ആ ഭാഗങ്ങളൊക്കെയാണ്. അതുകൊണ്ട് റിസർച്ചിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. റിസർച്ച് പേഴ്സൺസ് അതിനെക്കുറിച്ച് പറയും. UGC നെറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ റിസർച്ചിൻ്റെ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട 5 6 അല്ലെങ്കിൽ 7 ചോദ്യങ്ങൾ നിരന്തരം വരാറുണ്ട്. ഇന്റർവ്യൂ ബോർഡിൽ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് റിസർച്ച്. കഴിഞ്ഞ ആഴ്ചകളാണെന്ന് തോന്നുന്നു, ആഴ്ചകളിൽ തുടർച്ചയായ 5-6 ദിവസത്തെ ഇന്റർവ്യൂവിൻ്റെ സബ്ജക്റ്റിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും കൊമേഴ്സും കമ്പ്യൂട്ടർ സയൻസും അതിന് മറ്റു വിഷയങ്ങളൊക്കെ ചോദിക്കുമ്പോഴൊക്കെ അതിലെല്ലാവരും കുട്ടികൾ PhD ഉള്ളവരുണ്ട്. അപ്പോൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് വാട്ട് ഈസ് യുവർ റിസർച്ച് ടൈറ്റിൽ. എന്നിട്ട് ചോദിക്കുക ആ റിസർച്ച് ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് എന്തുമാത്രം അത് ബന്ധമുണ്ട്. സോ ഹൗ വിൽ ദിസ് റിസർച്ച് ടോപ്പിക് ആൻഡ് ഇൻഫറൻസസ് ഓർ ഇറ്റ്സ് എ കൺക്ലൂഷൻ ഓർ റിസൾട്ട് will support you to teach in your area. Suppose you are being appointed as a professor in this college or university, suppose. ഇപ്പോൾ ചോദിക്കാൻ നിങ്ങൾ ഇവിടെ അപ്പോയിൻമെൻറ്റ് നടത്തി കഴിഞ്ഞു, നിങ്ങളുടെ റിസർച്ച് ടോപ്പിക്കിൽ കിട്ടിയ ആ റിസർച്ച് വർക്കുകൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് എന്തുമാത്രം ഇവിടെ പ്രസക്തമായ അവസരങ്ങളുണ്ട് എന്ന് നമ്മൾ അത് ചോദിക്കും. റിസർച്ചിനെ കുറിച്ച് ചോദിക്കുന്നത് പിന്നീടാണ് സബ്ജക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ വെദർ വി ആർ ഗെറ്റിംഗ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി കാൻഡിഡേറ്റ്, how far the candidate is being related with the research area, research contribution. Suppose she may be appointed as a professor or an associate professor in this concerned university, college, wherever it is. Whether she can lead the research program in his department, in her department, or in his institute, wherever she is having. അപ്പോൾ അവിടെ എല്ലാം ചോദിക്കുന്നത് റിസർച്ച് ഓറിയൻറ്റേഷൻ ഇല്ലാതെ, റിസർച്ച് ഓറിയൻറ്റഡ് അല്ലാത്തൊരു മെൻറ്റാലിറ്റി ഇല്ലാത്ത ഒരാൾക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലെ പ്രത്യേക സിനാരിയോ അങ്ങനെയാന്ന് തോന്നുന്നു. ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടിരിക്കുകയാണ്. മ്യൂസിക് ടീച്ചറെ ആവശ്യമാണ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഞാനും അവിടെ പങ്കെടുക്കാനിടയാണ്. അപ്പോൾ ടീച്ചറുടെ വന്ന ടീച്ചർമാർ 3 പേരും ടീച്ചേഴ്സാണ്. സംഗീതവും അവരുടെ ഡാൻസും ഒക്കെ അതിൽ PhD, അതിൽ MPhil, അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നേടിയിട്ടുള്ള നല്ല ഡിഗ്രി ഡിപ്ലോമ ഒക്കെ ഉണ്ട്. അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഡാൻസ് അറിയുമ്പോൾ പാട്ട് അറിയുമോ എന്നുള്ളതല്ല ചോദിക്കുന്നത്. അവരെ ഞങ്ങളുടെ ചോദ്യം മ്യൂസിക് തെറാപ്പി എന്നാണ്. മ്യൂസിക് തെറാപ്പി എത്രമാത്രം നിങ്ങൾ PhD എടുത്തിട്ടുണ്ട്, ഈ നിങ്ങളെടുത്ത PhDയുടെ ഗവേഷണ ഫലങ്ങളിൽ അത് ഈ മ്യൂസിക് തെറാപ്പി എന്നുള്ള ആ പ്രോഗ്രാമിലൂടെ ജനങ്ങളിലേക്കോ അല്ലെങ്കിൽ അതുപോലെ അത് അറിയിക്കുന്ന രോഗികളിലേക്കോ ആൾക്കാരിലേക്കോ മറ്റു സമൂഹങ്ങളിൽ എത്തിക്കാൻ പറ്റുമോ എന്ന ചോദ്യമാണ്. യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റിനെ എടുക്കുമ്പോഴും അത് എന്തോ ലക്ഷ്യം ഉണ്ടാകും. തെറാപ്പി മീൻസ് അത് റിസർച്ച് ഓറിയന്റഡ് ആക്ടിവിറ്റിയാണ്. ആ ടീച്ചർ പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ 13 പേരും മ്യൂസിക് തെറാപ്പി ചെയ്തിട്ടുള്ള വർക്കുള്ളവരാണ്, അനുഭവമുള്ളവരാണ്. അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ക്യാൻസർ, ഒരു കുട്ടി വന്നത് ക്യാൻസർ പേഷ്യൻസ് ആയിട്ട് ബന്ധപ്പെട്ട് 1-2 വർഷമായിട്ട് ആ മ്യൂസിക് തെറാപ്പി കൊടുത്തുകൊണ്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്താണ് മ്യൂസിക്കിന് പറഞ്ഞുകൊണ്ട്, മ്യൂസിക് ആണെങ്കിലും ഇന്നലത്തെ അനുഭവം പറഞ്ഞതുകൊണ്ട് ഏത് വിഷയമാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ആ ഔട്ട്പുട്ട്, ആ റിസൾട്ട്, ആ ഇൻഫറൻസസ് അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ ഇംപ്ലിമെന്റേഷനിൽ കൂടെ എത്രമാത്രം സമൂഹത്തിനും ഡെവലപ്മെന്റ് ഉണ്ടാവും, പ്രോഗ്രസ് ഉണ്ടാവും, പുരോഗതി ഉണ്ടാവും. ഇന്നലെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഒരു സർക്കിൾ ഇറക്കിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റുകളിൽ നടത്തിയിട്ടുള്ള PhD ഗവേഷണങ്ങളെല്ലാം തന്നെ അതിൻ്റെ സത്ത ഉൾക്കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് എത്രമാത്രം ഇംപ്ലിമെന്റഡ് ആയിട്ടുണ്ട്, അതിൻ്റെ അനുഭവങ്ങളോ അതുപോലുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി യൂണിവേഴ്സിറ്റി അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഇതെന്നും പറയുന്നതാണ്, ഇന്ന് തുടങ്ങിയതല്ല. UGC നെറ്റിന്റെ കാതലായ ആ വംശം അത് തന്നെ പഠിപ്പിക്കുമ്പോൾ അത് തന്നെയാണ്.
ഒരു അധ്യാപകൻ ഒരു അധ്യാപിക ആയിത്തീരുമ്പോൾ UGC സ്കെയിൽ വാങ്ങിക്കാൻ പ്രാപ്തരായി തീരുമ്പോൾ അവർ ഗവേഷണ മേഖലയിൽ എത്രമാത്രം അന്വേഷണാത്മക വിദ്യാഭ്യാസ അല്ലെ പഠന പ്രക്രിയയിൽ അല്ലെങ്കിൽ പിന്നെ ഈ പാഠ്യേതര പ്രക്രിയയിൽ അവർ ഇൻവോൾവ് ആണ്, അതിൽ ക്യാപ്പബിൾ ആണ്, അതിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ടോപ്പിക്ക് തന്നെ പേപ്പർ പ്രസന്റേഷനാണ്. അത് ആദ്യമായി പ്രസന്റ് ചെയ്യുന്ന ഉണ്ടായിരിക്കാം, നിരന്തരം പേപ്പർ പ്രസന്റ് ആൾക്കാരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ അതിൽ പുതിയ ഇന്നോവേറ്റീവ് തോട്ടുകൾ ഉണ്ടായിരിക്കാം. ഏത് റിസർച്ച് ആക്ടിവിറ്റി ആണെങ്കിലും അതിലൊരു ചെറിയ എത്രമാത്രം അത് വർക്കിന്റെ ടോപ്പിൽ നിൽക്കുന്നോ അനുസരിച്ചല്ല അതിലെന്തെങ്കിലും ഒരു അംശം ഉണ്ടായിരിക്കും. പുതിയൊരു തോട്ട്, ഒരു തോട്ട്ഫുൾ സിനേരിയോ, ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പറയുന്ന പോലെ ഒരു കോൺഫറൻസിനോ ഒരു സെമിനാറിനോ ഒരു പ്രസന്റേഷനോ ഇരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും ലേണിങ്ങിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ അറിയാമല്ലോ, ലേണിങ്ങിന്റെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു, കാണുമ്പോൾ മാത്രം എത്ര പെർസെൻറ്റേജ് സ്റ്റോർ ചെയ്യപ്പെടുന്നു, കേൾക്കുമ്പോൾ മാത്രം സ്റ്റോർ ചെയ്യപ്പെടുന്നു, ടച്ച് ചെയ്യുമ്പോഴത്തെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഈ കോൺഫറൻസുകളും മീറ്റിങ്ങുകളും വർക്ക്ഷോപ്പുകളൊക്കെ അറേഞ്ച് ചെയ്തതിന് ഉദ്ദേശം തന്നെ അത് തന്നെയാണ്. ക്ലാസ് റൂം 4 ചുവരുകൾക്കുള്ളിൽ കിട്ടുന്ന ലേണിംഗ് മാത്രമല്ല, ഇതുപോലെ വിവിധ മേഖലകളിലുള്ള എക്സ്പേർട്ടുകളും അവരുടെ അനുഭവങ്ങളും അവരുടെ റിസർച്ച് എക്സ്പെർട്ടൈസും അതെല്ലാം കൂടെ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു സിനേറിയോ ഡെവലപ്പ് ചെയ്യാം. അതാണ് ഞാൻ അന്വേഷിക്കുന്നത്. തന്നെയാണ് എത്രമാത്രം കോൺഫറൻസ് ചെയ്തു എന്നുള്ളതിൻ്റെ എണ്ണത്തിനൊപ്പം തന്നെ എത്രമാത്രം കോൺട്രിബ്യൂഷൻ വരുന്നു. അതാണല്ലോ യൂണിവേഴ്സിറ്റി UGC യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. നമ്മളിവിടെ നടത്തിയിട്ടുള്ള PhD ഗവേഷണങ്ങളുടെ ഒക്കെ റിസൾട്ട്. സോ വാട്ട് എക്സാക്ട്ലി ദി റിസൾട്ട് ഈസ് ബീയിങ് related to concerned study, yes, whether it is being implemented in the from where we are having taken the samples or considered as the population scenario. അവിടെ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ പുരോഗതി വരുത്തുന്നുണ്ടോ, അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് കൂടി ആയിരിക്കണം ഗവേഷണങ്ങളും പേപ്പർ പ്രസന്റേഷനുകളൊക്കെ തന്നെ. അങ്ങനെ ആയിരിക്കണം. അതൊരു മാർഗദർശനമായിട്ട് നമ്മുടെ ഈ കോൺഫറൻസിലൊക്കെ മാറട്ടെ. അതിനുള്ള ഒരു ചിന്താ ശകലം കൂടെ ഇവിടെ ഉരുത്തിരിയട്ടെ. അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ആ റിസർച്ച് ഓറിയന്റഡ് മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യട്ടെ. യൂണിവേഴ്സിറ്റി പോകുമ്പോൾ മാത്രമല്ല റിസർച്ച് നടക്കുന്നത്. ഓരോ കോളേജിലും ഇപ്പോൾ റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നുകൊണ്ടിരിക്കുക. എല്ലാ കോളേജുകളിലും റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. PG ഉള്ളിടത്തെല്ലാം തന്നെ അവിടെ അപേക്ഷ കൊടുത്തവർക്ക് തന്നെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് സെന്ററുകൾ, അധ്യാപകർ PhD ഉള്ളവരുണ്ട്, അവിടെ ഗൈഡ് ചെയ്യുന്ന സാറന്മാരുണ്ട്, അവിടെ റിസർച്ച് ചെയ്യുന്ന മറ്റു സ്ഥാപനങ്ങളിലെ അധ്യാപകരുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് സമൂഹത്തിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ഈസ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റിസർച്ച്. ദി കമ്മ്യൂണിറ്റി ക്യാൻ ബി ഡെവലപ്ഡ് ഓൺലി ത്രൂ റിസർച്ച് ഓറിയന്റഡ് ആക്ടിവിറ്റീസ്. എല്ലാം നോക്കുന്നത് റിസർച്ചാണ്. ഏതൊരു കൊച്ചു കാര്യത്തിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ റിസർച്ച് റീ ആൻഡ് സെർച്ച്. നമ്മൾ എന്നിട്ട് വീണ്ടും സെർച്ച്. ഏത് പുതിയ പഠനം നടത്തിയാലും ഏത് ബീച്ചിൽ വന്നാലും നമ്മൾ അതിന് അവസാനം എഴുതി വയ്ക്കാറുണ്ട് ഫർദർ സ്റ്റഡീസ്, എക്സ്റ്റൻഡ് ഫോർ ഫർദർ സ്റ്റഡീസ്. ഇനി ഇതിലുള്ളതുകൊണ്ട് ഒരു റിസർച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഗവേഷകർ മനസ്സിലാവുന്നത് ഇത്രമാത്രം ഇതിൽ ഒരുപാട് ഇനിയും ചെയ്യാനുണ്ട്, ധാരാളം ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അത്രമാത്രം അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പുതിയ ഏരിയകളെല്ലാം വന്നു വരികയാണ്. അതുകൊണ്ട് ഇത്തരം ഇത് നാഷണൽ കോൺഫറൻസുകളൊക്കെ തന്നെ പേപ്പർ പ്രസന്റേഷൻ കോമ്പറ്റീഷനൊക്കെ തന്നെ അതിന് ഉതകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഉഴവൂർ കോളേജ് കാണിക്കുന്ന ഈ ഗവേഷണ ചാതുര്യവും അധ്യാപകരും തീർച്ചയായിട്ടും ഞാൻ അവരെ വായിച്ചപ്പോഴേ കുട്ടികൾ മക്കൾ അവർ പറയുന്നു അവർ ഉഴവൂർ കോളേജ് എത്ര കോൺഫറൻസാണ് ചെയ്യുന്നത്, കാരണം എപ്പോഴും കോൺഫറൻസ് ആണല്ലോ അവർക്ക്. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് വേണ്ടത്. ആ കോളേജിന് ധാരാളം കോൺഫറൻസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള ഒരു എക്സ്പെർട്ട് ടീം അവിടെ ഉണ്ട്. ഓരോരുത്തരും അവരുടെ കാര്യങ്ങളും അവരുടെ കഴിവുകളും കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കഴിവുകൾ പുറത്ത് കാണിച്ചിട്ടില്ലേ കഴിവുണ്ടെന്ന് പറയാൻ പറ്റുമോ? കഴിവ് അകത്ത് വെച്ചാൽ വിളിച്ച് വെച്ച് മനസ്സിലാവുന്നില്ല. ഏത് കഴിവുകളെയും പുറത്ത് പ്രകടിപ്പിക്കുമ്പോഴും അത് സമൂഹത്തിലേക്ക് പറഞ്ഞാല് അവിടെ എത്തുമ്പോഴാണ് ആ റിസർച്ചിന്റെയും ആ അന്വേഷണത്തിന്റെയും ആ കോൺഫറൻസിന്റെയൊക്കെ മൂല്യം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരു കോളേജ് നടത്തുന്ന ഈ നിരന്തരമായിട്ടുള്ള ഇത്തരം പ്രോഗ്രാമുകളിൽ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. പ്രിൻസിപ്പളില് ലല്ലി കെ സുരേഷിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ട് വരുന്ന ഇത്തരം അക്കാഡമിക് ആയിട്ടുള്ള എൻറിച്ച്മെന്റുകളും എംപവർമെന്റും ഒക്കെ കൂടുതലായി കൂടെ നടക്കട്ടെ. കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ UGC ഇൻസിസ്റ്റ് ചെയ്ത കാര്യമുണ്ടായിരുന്നു ഡിഫറൻ്റ്ലി ഏബിൾഡ് കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ചില ഒരു UGC ഒരു രണ്ട് വേണ്ടിയിട്ട് അവരെ നമ്മൾ എത്രമാത്രം ചെയ്യും, അവരുടെ മേഖലകളിൽ കൂടെ ഈ റിസർച്ച് ചെയ്യണമെന്ന്. എന്നിട്ട് ഞാൻ ഇന്റർവ്യൂ നടത്തിയപ്പോൾ ആ ടീച്ചർ ലേണിംഗ് ഡിസബിലിറ്റി പഠിച്ചിരിക്കുന്നു. എന്തിനാ ടീച്ചറെ ലേണിംഗ് ഡിസബിലിറ്റി പഠിച്ചിരിക്കുമ്പോഴും സാറേ ഞാൻ ലേണിംഗ് ഡിസബിലിറ്റി ഒരു ഡിപ്ലോമ കോഴ്സ് പഠിക്കാനിടയായി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത്. എന്താ ലേണിംഗ് ഡിസബിലിറ്റി, അതിനെ ടീച്ചർ എന്തിനാണ് പഠിച്ചത്? ഞാൻ ചോദിച്ചു എന്താ ടീച്ചറെ സ്കോളർഷിപ്പ് ബാക്ക്വേർഡ്നെസ്, എന്താണ് അക്കാഡമിക് ബാക്ക്വേർഡ്നെസ്, എന്താണ് ലേണിംഗ് ബാക്ക്വേർഡ്നെസ്, എന്താ ലേണിംഗ് ഡിസബിലിറ്റി?
അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളിലുള്ള കാര്യമാണ്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ പഠന വൈകല്യം, അത് അക്കാഡമിക് ബാക്ക്വേർഡ്നെസ് ആണോ, സ്കോളർഷിപ്പ് ബാക്ക്വേർഡ്നെസ് ആണോ, അതോ ലേണിംഗ് ബാക്ക്വേർഡ്നെസ് ആണോ, അതോ ലേണിംഗ് ഡിസബിലിറ്റി ആണോ, ഓർ എനി അതർ ഡിസബിലിറ്റി ഈസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് ദിസ് പർട്ടിക്കുലർ പേഴ്സൺ. അവരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണോ, അതോ വേറെ എന്തെങ്കിലും സോഷ്യോളജി ഇഷ്യൂസ് ആണോ, അതുപോലെ ചിലപ്പോൾ എൻവയോൺമെന്റ് ഇഷ്യൂസ് ആണോ. ഒരു കുട്ടിയെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നപ്പോൾ അറിയപ്പെടുന്ന നമ്മുടെ പുതിയ ഉദ്യോഗസ്ഥന്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളെ കൊണ്ടുവന്നപ്പോൾ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് ഐക്യു നടത്തി. അപ്പോൾ അവർ ക്ലാസ്സിൽ പോകാൻ പറ്റും, പഠിക്കാൻ താല്പര്യമില്ല. അന്വേഷിച്ച് ഇവിടെ കൊണ്ടുപോയി ഞങ്ങൾ 2 ദിവസത്തെ കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒന്ന് ഐക്യു നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. അവനും പറഞ്ഞു അതെ. നോക്കിയപ്പോൾ 131 ഉണ്ട് ആ കുട്ടിക്ക് ഐക്യു. 131 നമുക്കറിയാം, 140 മേലെ വരുമ്പോഴേ ജീനിയസിന്റെ ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. 113 അപ്പോൾ 139 മോശമില്ലാത്ത കുട്ടിയാണ്, ഐക്യുവിൽ നല്ല ടോപ്പിൽ നിൽക്കുന്നു. അവന് ആവശ്യമായ എത്ര വിഭവങ്ങളോ ക്ലാസ് റൂമുകളോ റിസോഴ്സസോ ഈ പറയുന്ന റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ പേപ്പർ പ്രസന്റേഷൻ കാര്യങ്ങളോ റിസർച്ചിലേക്ക് ലീഡ് ചെയ്യുന്ന ആ ടൈറ്റിലോ ടോപ്പിക്കോ ഒന്നും അവന് കിട്ടിയില്ല അവിടെ അന്വേഷിച്ചിട്ട്. അപ്പോൾ അവന് ആവശ്യം കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള പഠന മേഖലകളാണ്. ഇത്തരം കുട്ടികൾ നമ്മുടെ ക്ലാസ്സുകളിലും കോളേജുകളിലൊക്കെ ഉണ്ട്. അധ്യാപകർ മനസ്സിലാക്കണം. അവരെ കൂടെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും കോൺഫറൻസുകളും പ്രത്യേകിച്ച് നമ്മുടെ എയ്ഡഡ് കോളേജുകളൊക്കെ അത് പ്രൊമോട്ട് ചെയ്യിപ്പിക്കണം. ഞാനതായിട്ട് ഇവിടെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല, 1-2 നമ്മളിവിടെ ഉണ്ട്. എഴുതൂർ കോളേജ് ഉണ്ട്, നമ്മൾ NIP ഓർക്കുന്നുണ്ട്. NIPMR-ഉമായിട്ട് IUCDSും NMG യൂണിവേഴ്സിറ്റിയും NIPMR നമ്മളും കൂടെ കൂടിയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. നല്ല താല്പര്യപ്പെടും. അത് അന്നവിടെ നമ്മൾ MOU ഉണ്ടാക്കി വെച്ചതല്ലാതെ പിന്നെ അങ്ങോട്ട് കണ്ടില്ല. അതിലേക്കൂടെ ഒന്ന് വരം ചൂണ്ടണം. അത്തരം മേഖലകളിൽ നമ്മുടെ കുട്ടികൾ ധാരാളം പേര് ഈ പിന്നോക്കാവസ്ഥയിൽ പെടുന്ന ആൾക്കാരുണ്ട്. മീൻസ് എക്കണോമിക്കലി അല്ല ഉദ്ദേശിക്കുന്നത്, അക്കാഡമിക്കലി ബാക്ക്വേർഡ്നെസ് ആയിട്ടുള്ള കുട്ടികൾ. അവരെ അവിടെ നമുക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാം അവിടെ ഉണ്ട്. അവിടെ അധ്യാപകർ വേണം, കുട്ടികൾ വേണം, അതിൽ പാരൻസ് വേണം. അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ 1, 2, 3, 4 എന്നല്ല, ധാരാളം പേരുണ്ടെന്ന് എനിക്കറിയാം. അവരെ കൂടെ ഐഡന്റിഫൈ ചെയ്യുന്ന ചില കോൺഫറൻസുകളും മീറ്റിങ്ങുകളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും വിശ്വസിക്കുന്നു. ഇനി ഉണ്ടെങ്കിൽ തന്നെ കുറച്ചുകൂടെ കൂടുതലായിട്ട് അത്തരം മേഖലകളൊക്കെ ഒന്ന് കടന്നു വരട്ടെ. ഈ റിസർച്ച് എന്നുള്ള ഭാഗം അങ്ങോട്ട് കൂടെ പോകട്ടെ. 2016 RPD ആക്ട് അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പ്രത്യേക സെല്ല് രൂപീകരിച്ച് അവിടെ ഇത്തരം പഠന പിന്നോക്കം ഇന്റലക്ച്വൽ എബിലിറ്റി ആവാം, അക്കാഡമിക് എബിലിറ്റി ഡിസബിലിറ്റി ആവാം, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ബാക്ക്വേർഡ്നെസ് ആവാം, ലേണിംഗ് ബാക്ക്വേർഡ്നെസ്, എന്താ വാട്ടർ മേ ബി, ഡിസ്ലെക്സി ആവാം, ഡിസാക്രി ആവാം, ഡിസ്കാൽക്കുലി ആവാം, എല്ലാം വരാം. അവരെ കൂടെ ഐഡന്റിഫൈ ചെയ്ത് അവരെ കൂടെ എൻട്രി ചെയ്യുന്ന രീതിയിലുള്ള റിസർച്ചും പഠനങ്ങളും കോൺഫറൻസുകളും ഒക്കെ വർക്ക്ഷോപ്പുകളൊക്കെ ഉഴവൂർ കോളേജിൽ ഇന്ത്യ എടുത്ത് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. കാരണം എനിക്ക് പറയാം, കാരണം ഞാൻ കോളേജൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു MOU മേഖലയിലുള്ള കാഴ്ചപ്പാടൊക്കെ പോകുമ്പോഴൊക്കെ അതിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇന്നലെ വന്ന ഞങ്ങൾ എടുത്ത മ്യൂസിക് തെറാപ്പിയുടെ ലക്ഷ്യം ഞങ്ങൾക്കായിരുന്നു ഈ ഓട്ടിസം അതുപോലെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി കുഞ്ഞുങ്ങൾ, ലേണിംഗ് ഡിസബിലിറ്റി കുഞ്ഞുങ്ങൾ, വ്യക്തികൾ, അവരെ മ്യൂസിക് തെറാപ്പിയിലൂടെ അവന് എംപവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള പുതിയ അന്വേഷണം വന്നപ്പോഴാണ് യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ സെന്റർ ഫോർ മ്യൂസിക് ഒരു സെന്റർ രൂപീകരിച്ചത്. അപ്പോൾ ഓരോ സെന്ററുകളുടെയും പഠന കേന്ദ്രങ്ങളുടെയും താല്പര്യം എന്ന് പറയുന്നത് എംപവർമെന്റ് ആണ്. ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഓർ ചൈൽഡ് ഓർ സ്റ്റുഡന്റ് അതിലേക്കൂടെ വരട്ടെ എന്ന ആശംസിക്കുന്നതോടൊപ്പം ഈ നാഷണൽ കോൺഫറൻസ് ആൻഡ് പേപ്പർ പ്രസന്റേഷൻ കോമ്പറ്റീഷൻ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂർ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഈ മെഗാ പ്രോഗ്രാം ഔദ്യോഗികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, sir. Now I invite Dr. Arun Thomas, coordinator of Quaesitio 21-22, to deliver the vote of thanks. Good morning to one and all present here. Respected Principal Lally Miss, Vice Principal Stephen sir, and today's our Chief Guest Baburaj sir. It is such an honor for me to get the opportunity to thank you all the dignitaries. On behalf of all gathered here, I would like to express our gratitude to all the esteemed delegates of this inaugural session of Quaesitio for their presence and contribution. First, I would like to express our sincere gratitude to our today's Chief Guest, Baburaj sir, for taking out of his time from his busy schedule to grace the event. Thank you very much, sir, for sharing your knowledge and experience with us. It was very informative and interesting topic on research. I hope all the participants get benefit out from this class. Thank you, sir. Next, I would like to thank our principal, Lally Miss, Vice Principal Stephen sir, and our college sir, Father Jins Nellikatil, and the IQAC coordinator, Jay sir, and the research cell coordinator,
I would like to thank all the presenters gathered here. At last, I wish all the very best to all the participants gathered for their presentation. Thank you everyone. Thank you, sir. Department of Zoology and Botany, Quaesitio എന്ന ഈ മെഗാ കോൺഫറൻസിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ നടത്തപ്പെടുന്ന പേപ്പർ പ്രസന്റേഷൻ കോമ്പറ്റീഷനിൽ നമ്മുടെ റിസോഴ്സ് പേഴ്സണായി എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ സജീവൻ ടി പി സാറാണ്. Dr. Sajeevan TP is an associate professor in marine biotechnology, Cochin University of Science and Technology. He will be delivering a talk on the topic Innovative Research Tools and Techniques for Discovering Novel Drug Molecules from Marine Environment. Now, I welcome Dr. Sajeevan sir for his talk. Welcome, sir. Thank you very much. Am I audible? Yes, sir. Yes, sir. All right. Okay. So I can start straight away. Is that correct? Yes, sir. You can start. Okay. Good morning, and thank you very much for giving me an opportunity to interact with you and Dr. Baburaj sir and Dr. Lali Kesariak, the principal, Dr. Cincy Joseph, my friend, and all the dignitaries and students and research scholars attending this seminar. So let me share my slides. First of all, hold on please. Is the slide is okay? Can you see my slides? Yes, sir. We can see them. Perfect. So good morning again. So straight to the topic. Innovative research tools and technique for discovering novel drug molecules from marine environment. Since I am a bit associated with marine environment and marine biology, I selected this topic of discovering new drugs from marine origin or marine microorganisms or marine living organisms, we can say in general. So I myself associate professor in marine biotechnology at Cochin University, and when we talk about drugs, the first thing which comes to our attention or our mind is something like that antibiotics, which is discovered long back by the gentleman which is in the picture, Alexander Fleming. I think I'm comfortable. I can speak either in both Malayalam and English. I will mix it both, okay, in between. But for some technical terms, I had to stick on to the English. That's right. Okay. നമ്മൾ ആദ്യം കണ്ട നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മറൈൻ ഡ്രഗ് എന്ന് പറയുന്നത് നമ്മുടെ പെൻസിലിൻ എന്ന് പറയപ്പെടുന്ന ആന്റി മൈക്രോബിയൽ ഏജന്റ് ആണ്. സോ ഇറ്റ് വാസ് എ serendipity discovery. That means an accidental discovery happened back to 1929 or 28. And Alexander Fleming was the one who invented that one or come to know about that. Penicillin, a particular fungi, inhibited growth of a staph aureus bacterium in his laboratory. Other contamination, I don't know, it is a bacteria. This penicillin is a bacterium. The penicillin is identified as a Penicillium rubens, and the compound we came to know later on as a penicillin G or benzopenicillin, which saved millions of lives, especially during the Second World War. And later on, in 1950 onwards or 1960, in between 10 years or 1 decade, there was a lot of discoveries happened, especially in case of medicine, that is antibiotics, specifically from Actinomyces. Actinomyces in the it's a class of microorganism, belongs to bacterial group, we can say, and they produce tremendous different numbers of antibiotics. And this gentleman is called Waxman, and he and his associate over this time he calls a Waxman platform, in which you collect microorganism or take sediments from anywhere
and you see what are the microorganisms in it, and you made an agar overlay method to identify inhibitory organisms, or organisms which produce compounds and inhibit pathogenic microorganisms. Those agar overlay method identified or resulted many many drugs, antibiotics, which you can read it here, beta-lactam, aminoglycoside, so many of them. Okay, but after those period of time, what happened is that the microbes start developing resistance toward these antibiotics. That is the potential problem that we are facing nowadays, and we call it as antimicrobial resistance. In short, we call it as AMR. AMR എന്ന് പറയുന്നത് microbes evolve to overcome the antibiotics and they acquire resistance. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സ് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള പല മൈക്രോബ്സിനെയും ഒഴിവാക്കാനോ അല്ലെങ്കിൽ മൈക്രോബിയൽ ഡിസീസിനെയും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഇറ്റ്സ് എ വെരി ഹ്യൂജ് പ്രോബ്ലം. And the world community, scientific community, started to address this microbial resistance, and they identified the cause of antimicrobial resistance is high rate of antimicrobial prescription, antibiotic mismanagement. That means we are taking medication without the prescription or without medical supervision, or interruption of the therapy. A doctor give you antibiotics for 5 days naturally, but we stop in between. Sometimes after 3 days, we think that we are, we get cured, and we stop taking the antibiotics. So there is a sublethal dose of antibiotics in your body that is beneficial for the microorganism which will try to evade or try to develop resistance. So this is another area where antibiotic mismanagement is happening, and it leading to antimicrobial resistance. And large-scale antibiotic usage, indiscriminate use of antibiotics in livestock, aquaculture, and wherever, because we want to protect our aquaculture, or we want to protect our cattle or something. We give them a little bit of dose of antibiotics, presuming or thinking that my animal will be okay. There won't be any problem with the microorganisms. So this is like a prophylactic treatment. It should not be given as a prophylactic treatment. Antibiotic is a treatment option only. So this is this is also the other reason why we have this type of problem, antimicrobial resistance. Now the problem is that we have this antibiotic resistance microbe, or we call superbug, everywhere, even in the hospitals and everywhere. And the death due to antimicrobial is something around 35,000 deaths annually in the United States. It is more. It's a huge number in India. And also we can say that almost all antibiotics, 60% of antibiotic currently in use is either penicillin or penicillin derivatives. That means we are not having new antibiotics, or there is no new antibiotic discovery happening in our science. So if you look at the new antibiotics developing, it is very, very limited in number. Why it is so limited? It is because there is a low return on investment for the pharmaceutical company, because the drug development is a very, very money involving process. നല്ല രീതിയിലുള്ള money pump ചെയ്താൽ മാത്രമേ നമുക്കൊരു drug develop ചെയ്യാൻ പറ്റൂ. It is also not a 1 year or 2 years task. It takes 10 years or something like that to develop a drug. So enormous quantity of work is there, enormous quantity of money is required. So what happens is that when you develop an antibiotic, actually antibiotic is only for 5 days of therapy. If you get some antibiotic or sore throat infection or something like that, a doctor will prescribe you a drug, any particular drug, and you are supposed to take it for only 5 days or 7 days maximum. After that, there is no need of that particular antibiotic for you. Whereas in the case of a live disease or lifestyle disease like cholesterol or diabetes or something like that, what happens? You are supposed to take the medicine for the entire period of your life, isn't it? So which one is beneficial for the pharmaceutical company? It is the drug which can be sold to the patient for many years. So what happens is that
the pharmaceutical companies preferably switch to those drugs or those diseases which affect an affluent community, also a community, or also having a long lifespan, or having, or they can sell the product for long period. So there is an economics working behind the development of pharmacy, any drug. So this is why there is less investment in the discovery of new antibiotics. That is one thing. The next thing is that there is a high rate of rediscovery. What is meant by rediscovery? See, the wheel of a car is discovered long back, isn't it? By centuries ago. Why do you want to discover a new wheel today? There is no meaning. No one is going to pay attention to your discovery, isn't it? Likewise, here, if you take an animal or a plant or microorganisms and you isolate a drug out of it and test it, it may be having some activity. But if you look at the chemistry of the compound, what happened is that this compound might be already discovered long back. Then, in such scenario, that means a compound which is not having any novelty. Novelty means something new in chemical structure. If there is no novelty, then there is no commercial value for it. There is no intellectual property right, or there is no company is going to pay attention to your compound because it is already known. They cannot patent it. Patenting is another a very important area or important subject when it comes for a marketing of a drug or developing a drug. Okay, so that is what high rate of this rediscovery. Rediscovery is not at all a good thing in drug discovery. ഈ രണ്ട് കേസാണ് നമ്മുടെ ആന്റിബയോട്ടിക് ഓർ ഡ്രഗ് ഡിസ്കവറിയില് നമുക്ക് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയി നിൽക്കുന്നത്. ഒന്ന് or return on investment, and other one is the high rate of rediscovery. So before going to how we can address this rediscovery, I will just give you a brief introduction about the natural products which are drug target or drug leads. Now, natural products means നമ്മൾ ആയുർവേദ മുതൽ നമ്മൾ natural products ആണ്. ആയുർവേദ മുതൽ Chinese herbs and Egyptian medicine all rooted to the natural products. Natural products are nothing but plants in the kitana secondary metabolites in the secondary metabolites. Secondary metabolites are produced by microbes, plants, even some animals just to protect themselves. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ മരുന്നായിട്ട് ഉപയോഗിക്കും. Okay, so secondary metabolites are compounds or chemicals which help the microorganisms or the plants or the animals which produce this compound to help them to survive in an environment. So, നമ്മുടെ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ we can see so many are herbal medicine, herbal derived compounds. Herbal means plant derived. You can see Kottayam rosseus, നമ്മുടെ നാട്ടിൽ പറഞ്ഞ ശവന്നാറി എന്ന് പറയും. ഇത് നമ്മുടെ എല്ലാ വീടുകളുടെയും മുറ്റത്ത് കാണാവുന്ന ഒരു പ്ലാന്റ് ആണിത്. It's a very valuable plant. That means there is a compound alkaloid called vincristine which is an anti-cancer drug. The Taxus brevifolia, adinu kittuna Taxol, again another anti-cancer drug. Cinchona officinalis, another compound is quinine which is anti-malarial. So നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ഡ്രഗ്സുകളും ആന്റി-മൈക്രോബിയലോ ആന്റിബയോട്ടിക്കോ ആയതൊക്കെ we get from plants or maybe microorganisms. So here I can tell you an important story how you develop a drug. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോവാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. മെലിലോട്ടിസ് ആൽബ എന്ന് പറയുന്ന ഒരു സ്വീറ്റ് ക്ലോർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കാണില്ല. ഇറ്റ് ഇസ് സീൻ ഇൻ ദ പ്രയറീസ് ഓഫ് കാനഡ ഓർ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. വളരെ മുമ്പ്, അതായത് ഒരു 1940-കളിൽ ഈ ഫാമേഴ്സ്, കാറ്റിൽ ഫാമേഴ്സ് ഈ പറയുന്ന മെലിലോട്ടിസ് ആൽബ കൊയ്തെടുത്ത് കൊണ്ടുപോയി അവരുടെ കാറ്റിലിന് കൊടുക്കുമായിരുന്നു. കാറ്റിലിന് കൊടുക്കുന്ന സമയത്ത് ഒരു സീസണിൽ, ഒരു ഡാം സീസൺ അല്ലെങ്കിൽ കുറച്ച് മഴയൊക്കെ വന്ന ഒരു സീസണിൽ ഇതിനകത്ത് ഒരു ഫഞ്ചൈ കയറി ഇതിനകത്ത് ചില റിയാക്ഷൻസ് നടത്തി. ഈ ഒരു കോമ്പൗണ്ട് ഉണ്ട് ഇതിനകത്ത്. ആ കോമ്പൗണ്ടിനെ അതിന്റെ രൂപമാറ്റം വരുത്തി അതൊരു പൊട്ടൻഷ്യൽ ടോക്സിനായി മാറ്റി.
ഇത് മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ മെലിലോട്ടിസ് ആൽബ കഴിച്ച ആനിമൽസ്, അതായത് കൗ, പശുക്കളും അങ്ങനെയുള്ള ഗോഡ്സ് ഒക്കെ ചാവാൻ തുടങ്ങിയ കാരണം മെയിനായിട്ടും ഇന്റേണൽ ബ്ലീഡിംഗ് ആയിരുന്നു മരണകാരണം. ഇന്റേണൽ ബ്ലീഡിംഗ് കാരണം ഇത് മരിക്കുന്നു. പക്ഷേ farmers are not aware what is the real cause of the death. Then they took this carcass and some hay or this particular Melilotis alba to a biochemist, Carl എന്ന് പറയുന്ന ബയോകെമിസ്റ്റ്, വിൻകോൺസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ കൊണ്ട് കൊടുത്തിട്ട് കാളും കൂട്ടരും കൂടെ ഇതിന്റെ അകത്ത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി അതിന്റെ കെമിക്കൽ കംപ്ലീറ്റ് എലൂസിലേറ്റ് ചെയ്ത് ദേ കം ടു നോ ദാറ്റ് ദർ ഈസ് എ കോമ്പൗണ്ട് കോൾഡ് കാമോഡലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് ഈ പറയുന്ന ടോക്സിക്കന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്നും ദാറ്റ് മീൻസ് ഇറ്റ്സ് ആക്ച്വലി എ ബ്ലഡ് തിന്നർ വെച്ചാൽ ബ്ലഡ് കൊയാഗുലേഷൻ പ്രിവെന്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണെന്നും കണ്ടുപിടിച്ചു. ദിസ് കോമ്പൗണ്ട് ലേറ്റർ ഓൺ ബീങ് യൂസ്ഡ് ആസ് എ റാറ്റ് പോയിസൺ. ഇത് വെച്ച് റാറ്റ് പോയിസൺ ഉണ്ടാക്കി. അതാണ് വാർഫാരിൻ എന്ന് പറയുന്നത്, റാറ്റ് കില്ലർ. ഇനിയാണ് ട്വിസ്റ്റ്. ഒരു സൈനികൻ, ഒരു US മറൈനർ made an attempt to suicide by consuming the rat poison. ഈ റാറ്റ് പോയിസൺ വെച്ച് അയാൾ കൺസ്യൂം ചെയ്ത് അറ്റംപ്റ്റ് ടു സൂയിസൈഡ്. What happened is that the doctors saved his life by injecting vitamin K. Vitamin K is a coagulant, anticoagulant അല്ല, coagulant. This is an anticoagulant. അതിന്റെ ആൻസോട്ടാണ് വിറ്റമിൻ കെ കൊടുത്ത് അയാളെ സേവ് ചെയ്തു. പിന്നെയാണ് സയന്റിഫിക് തോട്ട് വരുന്നത്. ഈ വാർഫറിൻ എന്ന് പറയുന്നത് ഒരു ബ്ലഡ് കൊയാഗുലന്റ് പ്രിവെന്റ് അല്ലെങ്കിൽ ബ്ലഡ് തിന്നർ ആണ്, ബ്ലഡ് കൊയാഗുലേഷൻ പ്രിവെന്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് മനസ്സിലാക്കിയപ്പോഴേ why can't we use it as a drug to treat embolism? Embolism means a block in the blood vein. ബ്ലഡിലുള്ള ആർട്ടറിയിലുള്ള ക്ലോട്ടിനെ നമുക്ക് എന്തുകൊണ്ട് ഇത് വെച്ച് നമുക്ക് ഡിസോൾവ് ചെയ്തുകൂടാ എന്ന തോട്ട് ഉണ്ടായി. ക്ലോട്ട് എപ്പോഴാ വരുന്നത്? നമുക്ക് ഒന്നുകിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് അവിടെ ക്ലോട്ട് ഉണ്ടാവാം, ദർ ഈസ് എ പോസിബിലിറ്റി, ഓർ ഇസ്കീമിക് ഷോക്ക്, സെറിബ്രൽ ഇസ്കീമിക് ഷോക്ക് വരുമ്പോൾ ഉണ്ടാകാം. അപ്പോൾ ത്രോംബോസിസ് എന്ന് പറയുന്ന സംഭവം. അപ്പോ അങ്ങനെയാണ് ലേറ്റർ ഓൺ ദിസ് ടോക്സിൻ ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എ യൂസ്ഫുൾ ലൈഫ് സേവിംഗ് ഡ്രഗ് ആൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ മെനി. ആൻഡ് ദിസ് ജെന്റിൽമാൻ ഇസ് ഐസൻഹോവർ, ദാറ്റ് ഇസ് ദ US president that time, was one among them used this medicine first and saved the life. So this is the transition of natural product into a life saving drug. So I just want to showcase the importance of natural products by saying these much words. And if you look at the natural products contribution for drug, you can see that 9% or major percentage, 50 plus or 60% is contributed by natural products or synthetic derivatives of natural products. മറ്റ് പോർഷൻ ഒരു 40% മാത്രമേ പ്യൂർലി സിന്തറ്റിക് കോമ്പൗണ്ട്സ് ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യും. Coming to the marine environment, still, if you look at the marine environment, there are quite a lot of marine natural products which turn into market as a life-saving medicine. And currently, there are 13 marine-derived drugs in market. And 20-30 different types of compounds in various phases of the clinical trials. ഇതാണ് ഇപ്പോഴുള്ള marine environmental drugs in the avastha. Still, as I said, natural products are very important as a drug deal. But again, the problem what we are facing is a lack of novelty. Rediscovery rate is very, very high. Rediscovery means നമ്മൾ ഇപ്പോൾ ഒരു മറൈൻ എൻവറോൺമെന്റിലോ അല്ലെങ്കിൽ ഇവിടുത്തെ സോയിലോ എടുത്ത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തൊരു മൈക്രോ ഓർഗാനിസിനെ ഐസൊലേറ്റ് ചെയ്ത് ആ മൈക്രോ ഓർഗാനിസിന് ആക്ടിവിറ്റി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വി ജസ്റ്റ് ഗോ ഫോർ പ്യൂരിഫൈയിങ് ആൻഡ് ഐഡന്റിഫൈങ് ദ കോമ്പൗണ്ട് ബൈ കെമിക്കൽ മീൻസ്. നമ്മൾ NMR അതുപോലെ മാസ് സ്പെക്ട്രോസ്കോപ്പി ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്ത് എടുക്കുമ്പോഴാണ് ഇറ്റ് ടേക്ക് അറ്റ്ലീസ്റ്റ് 1 year ടു ഐഡന്റിഫൈ വിച്ച് ഇസ് ദ പ്രിൻസിപ്പൽ ഇൻഗ്രീഡിയന്റ്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും നമ്മൾ വി സീ ദാറ്റ് ദ കോമ്പൗണ്ട് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഓർ ഓൾറെഡി റിപ്പോർട്ടഡ് വേ ബാക്ക്, ലോങ് ബാക്ക്. സോ ദർ ഈസ് നോ യൂസ് ഓഫ് ഇറ്റ്. So that is the problem what we are facing in a natural product. ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. എന്തൊക്കെ റിസർച്ച് ടൂൾസ്, ഇന്നോവേറ്റീവ് ടൂൾസ് ആർ ടു ഓവർകം ദിസ് പ്രോബ്ലം. അതാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. See, innovative approach for discovery of novel compound from natural source. So one by one ആയിട്ട് നമുക്ക് അത് മുന്നോട്ട് പോകാം. See, for natural product discovery നമുക്ക് രണ്ട് പാത്വേ ഉണ്ട്, രണ്ട് വേസ് ഉണ്ട്. ഒന്ന്
നമ്മൾ അതിനെ പറയും ടോപ്പ് ഡൗൺ അപ്രോച്ച്. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോ ഓർഗാനിസം ഐസൊലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്ടീരിയ ഏത് ഓർഗാനിസം ആണോ, പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റിനെ നമ്മൾ സാമ്പിൾ ചെയ്യുക, അതിനകത്ത് നിന്ന് ഗ്രൈൻഡ് ചെയ്ത് അതിന്റെ എക്സ്ട്രാക്ട് എടുക്കുക, അതിനകത്ത് നിന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കുക, അതിന്റെ മെറ്റബോളിക് പ്രൊഫൈൽ നോക്കുക, എന്നിട്ട് ആ കോമ്പൗണ്ടിലേക്ക് എടുത്ത് ആ കോമ്പൗണ്ടിന്റെ ആക്ടിവിറ്റി ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. അതാണ് ക്ലാസിക്കൽ അപ്രോച്ച്, പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന അപ്രോച്ച് ആണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത് റീസെന്റ് വന്ന ഒരു അപ്രോച്ച് ആണ്, ഇൻ വിച്ച് വാട്ട് വി ആർ യൂസിങ് ഈസ് we are mainly looking for the genome of the organism, whether the genome is having the capability of producing the natural products. അപ്പോൾ കാരണം നമുക്ക് ജീനോം സീക്വൻസ് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാം. ഒരു ബാക്ടീരിയ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡു ദ ജീനോം സീക്വൻസ് വിത്തിൻ വീക്സ്. ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് തിങ്. We have done many sequencing, whole genome sequencing of many isolates in our lab. 20,000-25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ we can do it. If you have machine in your lab, you can do in that way. So we are living in an era of genome rich or post genomic era എന്നൊക്കെ പറയാം. ഒരു ജീനോമിക് ഇറയിലാണ് നമ്മൾ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. So bioinformatics tools are there, or any other cloning tools are there, molecular tools are there. അതൊക്കെ വെച്ച് നമുക്ക് ആ ജീനെ ക്ലോൺ ചെയ്തെടുക്കാം. ആ ജീനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം ബയോഇൻഫോർമാറ്റിക്സ് ടൂൾസ് വെച്ച്. ആന്റി സ്മാഷ് എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട് ആസ് എ ബയോഇൻഫോർമാറ്റിക്സ് ടൂൾ. സ്മർഫ് പറഞ്ഞ സെക്കൻഡറി മെറ്റബോളൈറ്റ് യൂണിക് റീജിയൻ ഫൈൻഡർ ഉണ്ട്. ഇതൊക്കെ ഒരു ബയോഇൻഫോർമാറ്റിക്സ് ടൂൾസ് ആണ്. ജീനോം സീക്വൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. യു ഐഡന്റിഫൈ ദാറ്റ് ദീസ് ഓർഗാനിസം is having a potential for producing some compound. Then you can clone that particular portion, that's heterologous expression, or you can have a native host expression. Anyway, whatever way you can follow. We will discuss it a little bit later on, these things. Okay. So top down approach and bottom up approach. രണ്ട് അപ്രോച്ച് ആണ് നമുക്കുള്ളത് മനസ്സിൽ വെക്കുക. ദ ടോപ്പ് ഡൗൺ അപ്രോച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്രൂഡ് എക്സ്ട്രാക്ട് എടുക്കുന്നു, ജസ്റ്റ് നമ്മൾ അതിനെ ഫ്രാക്ഷനേറ്റ് ചെയ്യുന്നു. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രൂഡ് എക്സ്ട്രാക്ട് ഒരുപാട് കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ടുകളെ നമ്മൾ അല്ലെങ്കിൽ ഫ്രാക്ഷനേറ്റ് ചെയ്യും. ഓരോ ഫ്രാക്ഷനും ചിലപ്പോൾ നമ്മൾ പലതരത്തിലുള്ള സോൾവെന്റ്, ഡിഫറെന്റ് സോൾവെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്രാക്ഷനേറ്റ് ചെയ്ത് ഏത് ഫ്രാക്ഷൻ ആണ് ആക്ടിവിറ്റി ഉള്ളത് നോക്കും. ആ ആക്ടിവിറ്റി ഉള്ള ഫ്രാക്ഷൻ മാത്രം നമ്മൾ HPLC കൊണ്ടുപോയി purify. You can see in my background, you can see one machine, that's an HPLC machine, extensively used in my lab. Today I asked my students to stop it for 1 hour. That's why it is keeping idle there. Otherwise, students are occupying the machine for almost day and night. So coming to the problem we are facing, that is a main problem is the novelty, lack of novelty. ഞാൻ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് നോവൽറ്റി അഡ്രസ് ചെയ്യുന്നത്. മുമ്പ് നമുക്ക് വേറൊരു പ്രോബ്ലം ഉണ്ട്, സപ്ലൈ. ഹൗ മച്ച് ക്വാണ്ടിറ്റി യു ക്യാൻ ഐസൊലേറ്റ് ആൻഡ് പ്യൂരിഫൈ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ദാറ്റ് ഇസ് സപ്ലൈ. ദീസ് ആർ ദ ടു ചാലഞ്ചസ് വി ഫേസ്. സപ്ലൈയുടെ കാര്യത്തിൽ വരുമ്പോൾ ജസ്റ്റ് ഐ വിൽ ടെൽ യു an example. A compound, a drug called trabectedin. Trabectedin എന്ന് പറയുന്നത് അതിന്റെ കമേഴ്ഷ്യൽ നെയിം യോൻഡെലിസ് എന്നാണ്. യോൻഡെലിസ് എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഇസ് എ ആന്റി ക്യാൻസർ ഡ്രഗ് ഒബ്റ്റെയിൻ ഫ്രം ഓർ ഡെവലപ്പ് ഫ്രം എ എക്റ്റിനസിഡിയ ടെർബിനേറ്റ. ഒരു ട്യൂണിക്കേറ്റ് അസിഡി എന്ന് പറഞ്ഞ ട്യൂണിക്കേറ്റ്സ്, ഒരു അസിഡി എന്ന് പറഞ്ഞാൽ ട്യൂണിക്കേറ്റ്സ് എന്നുള്ളതാണ് ഈ പറയുന്ന ട്രാബക്ചറിൻ. അതിന്റെ ഈൽഡ് എത്രയാന്ന് നോക്കിയേ, 0.0001%. ദാറ്റ് മീൻസ് നിങ്ങൾ 1 ഗ്രാം എക്റ്റിനസിഡിയ കൊണ്ടുവന്നാൽ അതിനകത്ത് 0.0001 ഗ്രാം മാത്രമേ നിങ്ങൾക്ക് കോമ്പൗണ്ട് കിട്ടുള്ളൂ. ഇറ്റ് ഈസ് quite low quantity. It took many years, 30 years for the company PharmaMar to elucidate structure. For structure elucidation, we need at least 2 milligram or 3 milligram comfortable. അത്രയും കിട്ടണമെങ്കിൽ too much quantity of natural, the actinidia you have to sacrifice. Tens of animal you have to sacrifice to get 1 gram of trabectedin. See, but once you get the compound structure elucidated, a good chemist team can develop or synthesize it. That's the total synthesis of trabectedin is possible. Now, by total synthesis, this compound is produced or drug is produced. One way, another way is that if the compound is produced by a microorganism, suppose the compound is produced by a microorganism, then you can cultivate this microorganism in your laboratory in large fermenters. Fermentation is possible, and then you can purify the compound. If it is a purely marine sample, then you cannot purely depend on it. But if it is a microbial origin, then you can develop it.
For example, dolastatin എന്ന് പറയുന്നത് ഒരു ഡോളബെല്ല ഒറിക്കുലേറിയ എന്ന സീ സ്ലഗ് എന്ന് വെച്ചാൽ ഐസ് എ മൊളുസ്കൻ. ഈ മൊളുസ്കൻ കിട്ടുന്ന ഒരു ഡ്രഗ് ആണ് ഡോളാസ്റ്റാറ്റിൻ. ഇറ്റ് ഈസ് എ ഡ്രഗ് നൗ. ഇറ്റ്സ് അഡ്സെൻട്രിസ് എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് ആയിട്ട് നമ്മൾ കമേഴ്ഷ്യലി അവൈലബിൾ ആണ്. ദിസ് യൂസ് ഫോർ ഇസ് ആൻ ആന്റി ക്യാൻസർ ഡ്രഗ്. ഈ ഡോളാസ്റ്റാറ്റിൻ actually initially identified or obtained from this dolabella auricularia. അതുകൊണ്ടാണ് ഡോളബെല്ല എന്നുള്ളതാണ് ഡോളാസ്റ്റാറ്റിൻ. But later on, it is the scientists identified that this dolabella auricularia is having a associated microorganism that is called Symbloca or Limbia. It's a cyanobacteria. These cyanobacteria are having the gene responsible for producing dolastatin. That means it is not the dolabella auricularia, it is in fact the Symbloca or the cyanobacteria which is the one which produces compound. So now if you can isolate the Symbloca or a Limbia, then you can ferment it or you can produce it in a large quantity, then you can isolate it. So you can solve the supply chain or the supply problem can be solved. In that line, we also have worked in something like this, and this is published in a marine biotechnology journal 2 years back. One of my PhD students, Danisha, and we have a collaboration from Oceanography and Israel, and we produced this one, published. There is a compound called macrolactam antibiotic. This is an anti-cancer drug which called icaragamycin and clifenum. It's associated or analogs. I am not going to talk about all this stuff because it is out of scope for this particular talk. It needs another half an hour or something like that. This is an annexin assay. Still, I can tell you what it is. It is an apoptosis assay, we can say. Okay. This is a apoptosis assay which is being tested to identify the anti-cancer activity of your compound. So supply chain can be solved in that way. One second. Students, I think you are following me, right? If you have any queries or doubts in between, you can ask. You can interact me at any time. Okay. All right. So let me continue. So next challenge what we are going to face is search of novelty. Novelty means, as I said, we are facing the rediscovery problem in our natural product research. So how to solve this problem? So there's a term called dereplication, natural product dereplication. That means dereplication or identification non-molecules early in the natural product. Yes, Sajeevan. Is there any questions or something? Is it okay? I can continue? I think yes, you can continue. Okay. Okay. So natural product dereplication കുറച്ച് ടെക്നിക്കലാണ്, ഹൈലി ടെക്നിക്കലാണ്. ഞാൻ അത്രയും ടെക്നിക്കൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നില്ല. പക്ഷെ സ്റ്റിൽ ഐ വോണ്ട് ടു ഗിവ് യു സം എലമെന്റ് ഓഫ് ദിസ് ടൂൾ. നമ്മൾ ഒരു സപ്പോസ് ഫോർ എക്സാമ്പിൾ. ഓക്കെ ഇവിടെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഓക്കെ ഒരു കോമ്പൗണ്ടിന്റെ കെമിസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട്സ്, ഫോർ എക്സാമ്പിൾ ഒരു കെമിക്കൽ കോമ്പൗണ്ട്, ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന കോമ്പൗണ്ടുകളൊക്കെ, ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ഡ്രഗ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് മിക്കതും അതിന്റെ മാസ് എന്ന് പറയുന്നത് 200 മുതൽ ഒരു 500 ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. മിക്ക ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, മേ ബി നൈട്രജൻ, മേ ബി sometimes oxygen will be there, some other elements, maybe a heteroatom will be there. So this is ideally a compound, a chemical compound or a drug. But drugs in the discovery, I am mixing a little bit of chemistry here, because all these compounds and natural products are chemicals. So chemicals in the feature എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കോമ്പൗണ്ടിനെ, ഒരു ഗ്ലാസ് നമ്മൾ എടുത്താൽ, suppose this is a glass, if you take the glass and if you break the glass by using a hammer, the pattern of breakage will be unique for this glass.
Whereas you take another bottle like this, which may be glass, നിങ്ങൾ ഗ്ലാസ് ആണ് വിചാരിക്കുക, ഞാൻ ഇത് ഗ്ലാസ്സിനെ ബ്രേക്ക് ചെയ്താൽ ഇതിന്റെ ബ്രേക്കിംഗ് പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കും. ഈ പറയുന്ന ചായ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസിന്റെ ബ്രേക്കിംഗ് പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കും. ഈ ബ്രേക്കിംഗ് പാറ്റേൺ ഡിഫറെന്റ് ആവാൻ കാരണം അതിന്റെ സ്ട്രക്ചറാണ്, അതിന്റെ ആർക്കിടെക്ചറാണ്. അതുപോലെ തന്നെ ഒരു കോമ്പൗണ്ടിന്റെ, ഒരു കെമിക്കൽ കോമ്പൗണ്ടിന്റെ ബ്രേക്കിംഗ് പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കും മറ്റൊരു കോമ്പൗണ്ട് കമ്പയർ ചെയ്യുമ്പോൾ. ആ ബ്രേക്കിംഗ് പാറ്റേൺ വ്യത്യാസം വരാൻ കാരണം എന്താ വെച്ചാൽ ആ കെമിസ്ട്രി വിൽ ബി ഡിഫറെന്റ്. ആറ്റം ജോയിനിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ബോണ്ടിങ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്. Suppose a compound called chloramphenicol, which is a 320 mass, molecular mass ഉള്ള chloramphenicol ഞാൻ ബ്രേക്ക് ചെയ്യാൻ വെച്ചാൽ ഞാൻ ഫിസിക്കലി ബ്രേക്ക് ചെയ്യല്ല, by using some tool, some instrument. That instrument is called mass spec instrument. മാസ് സ്പെക് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്, മാസ് സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് ഞാൻ ഈ കോമ്പൗണ്ടിന് ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ മാസ് സ്പെക്കിനകത്ത് ഈ ഫ്രാഗ്മെന്റേഷൻ will happen. ഇങ്ങനെ ഫ്രാഗ്മെന്റേഷൻ നടത്തി കഴിഞ്ഞാൽ ആ ഫ്രാഗ്മെന്റേഷൻ യുണീക്ക് ആയിരിക്കും. ഒരു കോമ്പൗണ്ടിന്റെ ഫ്രാഗ്മെന്റേഷൻ പറയുന്നത് യുണീക്ക് ആയിരിക്കും. ദാറ്റ്സ് എ സ്ട്രക്ചറൽ ആർക്കിടെക്ചർ, കെമിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ദാറ്റ് കോമ്പൗണ്ട് ഡിക്റ്റേറ്റ് ദ ഫ്രാഗ്മെന്റേഷൻ പാറ്റേൺ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കെമിക്കൽ. അപ്പൊ നമുക്ക് ഈ ഫ്രാഗ്മെന്റേഷൻ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഓക്കെ, ദീസ് കോമ്പൗണ്ട് ഓർ ദീസ് ഫ്രാഗ്മെന്റ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം എ chloramphenicol. അല്ലെങ്കിൽ നേരെ തിരിച്ചു, chloramphenicol will be fragmented in such a way. Clear? So അപ്പൊ നമ്മൾ ഈ ഫ്രാഗ്മെന്റേഷൻ ഈസ് ടേക്കൺ ആസ് എ പ്രോക്സി ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് കെമിക്കൽ സിമിലാരിറ്റി. ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യില് ഒരു ക്രൂഡ് എക്സ്ട്രാക്ട് ഉണ്ട്. എന്റെ കയ്യിൽ ഒരു ബാക്ടീരിയ ഐസൊലേറ്റഡ് ക്രൂഡ് എക്സ്ട്രാക്ട് ഉണ്ട്, അല്ലെങ്കിൽ പ്ലാന്റിൽ എക്സ്ട്രാക്ട് ചെയ്ത ക്രൂഡ് എക്സ്ട്രാക്ട് ഒരുപാട് കോമ്പൗണ്ട് ഉണ്ടാവും, ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാവും. ഈ ക്രൂഡ് എക്സ്ട്രാക്ട് ഞാൻ നേരെ LCMS എന്ന് പറഞ്ഞ ഒരു മെഷീനിലേക്ക് ഇൻജെക്ട് ചെയ്യും. LCMS ഈസ് എ ടൂൾ, ഇൻസ്ട്രുമെന്റ്, HPLC ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. LC മീൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി കപ്പിൾഡ് ടു മാസ് സ്പെക്ട്രോസ്കോപ്പി. ഈ മാസ് സ്പെക്ട്രോസ്കോപ്പിയിലകത്ത് കയറി കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടുകളൊക്കെ അതിന്റെ എന്താവും സെപ്പറേറ്റ് ചെയ്ത് അതിന്റെ മാസ് പാറ്റേൺ നമുക്ക് കാണിച്ചു തരും. ഈ മാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മാസ്, അതായത് നമ്മൾ അതിനെ മാസ് ഫിംഗർ പ്രിന്റ് എന്ന് പറയും. ആ മാസ് ഫിംഗർ പ്രിന്റ് നേരെ നമ്മൾ ഒരു ടൂൾ ഉണ്ട്, ആ ടൂളിലേക്ക്, അതായത് ഇതാണ് അതിന്റെ ടൂള്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ, ഓൺലൈൻ സോഫ്റ്റ്വെയർ ടൂളാണ്. This tool was developed by two gentlemen and his associate, Dr. Peter Doristin and William Gerwick. I am very fortunate to get established a very good collaboration with Professor William Gerwick. I visited his lab twice in 2016 and 2019 and spent a lot of time in 2 months in his lab, and we have a nice collaboration with him. And this is again Peter Doristin. He's also in the same University of California at San Diego, and he and Professor William Gerwick is the master brain behind developing a tool, online tool, in which will help you to identify whether your crude extract is having anything new. എന്തെങ്കിലും പുതിയ കോമ്പൗണ്ട് നിങ്ങളുടെ ക്രൂഡ് എക്സ്ട്രാക്റ്റിൽ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. അതാണ് ഈ ടൂളിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നത് ചെറിയ വാക്കിൽ ഞാൻ പറയാം. നമ്മൾ മാസ് ഫിംഗർ പ്രിന്റ് എടുത്തു. നമ്മൾ മാസ് ഫിംഗർ പ്രിന്റ് വെച്ചാൽ നമ്മൾ ക്രൂഡ് എക്സ്ട്രാക്ട് മെഷീനിലേക്ക് ഇട്ടു. മെഷീനിൽ നിന്ന് നമുക്ക് ഒരു ഡാറ്റ കിട്ടും. ആ ഡാറ്റ എന്ന് പറയുന്നതാണ് മാസ് ഫിംഗർ പ്രിന്റ്. സപ്പോസ് അതിലൊരു 15,000 മാസ് ഉണ്ട്, 15,000 കോമ്പൗണ്ട് ഉണ്ട് വെച്ചിട്ട്, ആ കോമ്പൗണ്ടിന്റെ ആ മാസ് ഫിംഗർ പ്രിന്റ് ഡാറ്റ നമ്മൾ ഈ സോഫ്റ്റ്വെയറിലേക്ക് ലോഡ് ചെയ്യും. നമ്മൾ ജീൻ സീക്വൻസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ജീൻ സീക്വൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ബാക്ടീരിയയുടെയോ അല്ലെങ്കിൽ ഏത് ജീവിയുടെയും ഒരു ജീൻ എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് എ സീക്വൻസ്, 16S സീക്വൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, റൈബോ ടൈപ്പിംഗ് ഒക്കെ പറഞ്ഞത്. അപ്പൊ 16S സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു 1400 ബേസ് പെയർ ആണ്. ആ 1400 ബേസ് പെയർ പ്ലസ് ഉള്ളതാണ്. അത് നമ്മൾ ബേസ് പെയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു NCBI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റാ ബേസിലേക്ക് നമ്മൾ പ്ലഗിൻ ചെയ്യും. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സിമിലാരിറ്റി സ്കോർ മാച്ചിങ് നോക്കും. അതാണ് നമ്മൾ 16Sന്റെ ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ 16S വെച്ച് എങ്ങനെയാണ് ഒരു ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളതെന്ന് അറിയുന്നത്. അങ്ങനെയാണ് നമ്മൾ ജീൻ സീക്വൻസ് സിമിലാരിറ്റി നോക്കുന്നത്. അപ്പൊ അതെന്താ ചെയ്യുന്നത്, നമ്മുടെ സീക്വൻസ് നേരെ പോയിട്ട് ഡാറ്റാ ബേസിലുള്ള എല്ലാ സീക്വൻസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. 1 to 1 മാച്ച് ചെയ്ത് ഏതൊക്കെ സീക്വൻസ് ആയിട്ടാണ് 100% മാച്ച് ഉള്ളത് നോക്കും.
100% മാച്ച് ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും. നമുക്ക് ഇത്രയും സീക്വൻസുമായിട്ട്, ഇത്രയും ബാക്ടീരിയ ആയിട്ട്, ഇത്രയും എൻട്രി ആയിട്ട് നിങ്ങൾ മാച്ചിങ് ആണെന്ന് കാണിച്ചു തരും. അതുപോലെ അതിന് താഴെയുള്ള മാച്ചിങ് കാണിച്ചു തരും. 99 പോയിന്റ് സംതിങ്, 98 പോയിന്റ് സംതിങ്, 97 പോയിന്റ് സംതിങ്, ഇങ്ങനെ മാച്ച് കാണിച്ചു തരും. ഇപ്പൊ 100% മാച്ച് ചെയ്യാൻ നമുക്ക് അസ്യൂം ചെയ്യാം my sample or my sequence is almost same as that of this. അതാണ് നമ്മുടെ NCBIയുടെ സീക്വൻസ് ഐഡന്റിഫിക്കേഷൻ വഴി നമ്മൾ മാച്ച് ചെയ്യുന്നത്. അതേ പ്രിൻസിപ്പിൾ തന്നെ പറയാം ഇവിടെ. നമ്മൾ മാസ് ആണ് ഉപയോഗിക്കുന്നത്, മാസ് ഫിംഗർ പ്രിന്റ് ആണ് ഉപയോഗിക്കുന്നത്, സീക്വൻസ് അല്ല, DNA സീക്വൻസ് അല്ല, മാസ് ഫിംഗർ പ്രിന്റ് പോയിട്ട് ഡാറ്റാബേസിൽ പോയിട്ട് സെർച്ച് ചെയ്യും. ഓരോ മാസും പോയി സെർച്ച് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് നമ്മുടെ ഡാറ്റാബേസിലുണ്ടോ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടാണ് നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. ഓരോ റിസൾട്ടും നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഓരോന്നിന്റെ മുകളിലും മാസ് എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്ക് മാസ് എഴുതാം 430 അല്ലെങ്കിൽ ഓരോ കോമ്പൗണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഓരോന്നും ഓരോ മാസാണ്. അപ്പൊ ഈ ചുവപ്പും ഈ ചെറിയ ചുവപ്പും ഉണ്ട്. ആ ചുവപ്പിന്റെ വലിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇത് കുറച്ച് കൂടുതലുണ്ട്, ഇത് കുറച്ച് കുറവാണ്, അല്ലെ? അപ്പൊ ഇത് രണ്ടും നമ്മൾ ചില കണക്ഷൻസ് ഉണ്ട്. ആ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇതും ഇതും റിലേറ്റീവ് ആണ്, അല്ലെങ്കിൽ കുറച്ച് റിലേഷൻ ഉണ്ട് അവർ തമ്മിൽ. അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പിളിനകത്തുള്ള എല്ലാ മാസും നമുക്ക് മാപ്പ് ചെയ്യാം. വി ക്യാൻ മാപ്പ് ദ മാസ്, ഇൻഡിവിജ്വൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻ എ ടൂൾ ലൈക്ക് ദിസ്. ഇതാണ് വിഷ്വലൈസേഷൻ ഏരിയ, സൈറ്റോസ്കേപ്പ് എന്ന് പറയുന്ന ടൂൾ. നിങ്ങൾ ഇപ്പോൾ ഇതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട. ഓൺലി തിങ് വാട്ട് യു നീഡ് ബോധർ ഈസ് ദാറ്റ് നമുക്ക് നമ്മുടെ സാമ്പിളിനകത്തുള്ള എല്ലാ കോമ്പൗണ്ടിന്റെയും മാസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടല്ലോ? അപ്പൊ ഞാനിപ്പോ ആഡ് ചെയ്തിരിക്കുന്നത് 3 സാമ്പിൾസ് ആണ്. ഒന്ന് ഒരു അസിഡിയൻ ഫ്രം വിഴിഞ്ഞം, അനദർ അസിഡിയൻ ഫ്രം വിഴിഞ്ഞം, അത് A11 എന്ന് പറയും. ആദ്യത്തേത് A4 എന്ന് പറയും. പച്ച കളറിലുള്ളത് S31 എന്ന് പറഞ്ഞൊരു സ്പോഞ്ചാണ്. അപ്പൊ ഈ പച്ച കളറുള്ളതെല്ലാം നമ്മുടെ സ്പോഞ്ചിൽ നിന്നുള്ള മെറ്റബോളൈറ്റ്സ് ആണ്. ഈ പറയുന്നതെല്ലാം സ്പോഞ്ചിൽ നിന്നുള്ളതാണ്. ഈ ചുവന്നതൊക്കെ A11 എന്ന് പറഞ്ഞ അസിഡിയൻസ് എന്നാണ്. ഈ നീലയൊക്കെ ഈ 4 എന്ന് പറഞ്ഞ അസിഡിയനുള്ളതാണ്. യു ക്യാൻ സീ ദാറ്റ് ഈ പച്ചയും അല്ലെങ്കിൽ നീലയും ചുവപ്പും ചില ഈ സ്ഥലങ്ങളിൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ 568, സപ്പോസ് യു ക്യാൻ റീഡ് ഇറ്റ്, 568 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഈ നീലയിലും ഉണ്ട്, ഈ ചുവപ്പിലും ഉണ്ട്. 524 എന്ന് പറയുന്നത് നീലയിലും ഉണ്ട്, ചുവപ്പിലുണ്ട്. ദാറ്റ് മീൻസ് അസിഡിയൻ ഫ്രം വിഴിഞ്ഞത്തുണ്ട്, A4 എന്ന് പറഞ്ഞ അസിഡിയനുണ്ട്, A11 എന്ന് പറയുന്ന അസിഡിയനുണ്ട് എന്നാണ് ഇതിന്റെ അകത്ത് മീനിങ്. ഇതുകൊണ്ട് തീർന്നില്ല, നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. എന്താണ് അടുത്ത ലെവല്? ഈ കോമ്പൗണ്ടുകൾ 500 വട്ടവർ, ഈ ഓരോ കോമ്പൗണ്ടുകളും 253 കണ്ടു, 267 കണ്ടു. അതിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഓൾറെഡി റിപ്പോർട്ടഡ് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട് ഉണ്ടോ എന്നും കൂടെ ഈ മെഷീൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ പറഞ്ഞു തരും. ലൈബ്രറി ID ഉണ്ടോ, അതായത് നോൺ കോമ്പൗണ്ട് ആണോ അൺനോൺ കോമ്പൗണ്ട് ആണോ എന്ന് നമുക്ക് കാണിച്ചു തരും. ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ കോമ്പൗണ്ടുകളും നിങ്ങൾക്ക് കാണാം. 267, 253, 269, 257, 1200 ഇങ്ങനെ എല്ലാ കോമ്പൗണ്ടുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പാരന്റ് ആയ. അതിനൊന്നും ID ഇല്ല. കറസ്പോണ്ടിങ് ഡാറ്റാബേസിനകത്ത് ഒരു രീതിയിലുള്ള ID എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നോൺ അല്ല എന്നർത്ഥം. ദാറ്റ് മീൻസ് ഇതൊന്നും ഓൾറെഡി നോൺ അല്ല. ദാറ്റ് മീൻസ് ഈ കോമ്പൗണ്ടുകളൊന്നും നമ്മുടെ ഡാറ്റാബേസിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈ കോമ്പൗണ്ടുകളൊക്കെ ഒരു പക്ഷേ പുതിയ കോമ്പൗണ്ടുകളായിരിക്കും, നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കോമ്പൗണ്ടുകളായിരിക്കും എന്ന ഒരു സൂചന ഇതിന് കിട്ടും. ഇതാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. അത് വെച്ച് ഞങ്ങൾ ചെയ്ത ഒരു വർക്ക് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. നമ്മുടെ കയ്യിൽ ഒരു സ്പോഞ്ചിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത ഒരു ആസ്പെർജിലസ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഇലക്ട്രോ മൈക്രോസ്കോപ്പിയാണിത്. ആ സ്പോഞ്ചിൽ നിന്നുള്ളതിന് നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്, അതാണ് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. സെൽ കൾച്ചർ നോക്കിയപ്പോൾ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഉണ്ട്. വെൽ ഗുഡ്, നമുക്ക് വിചാരിച്ചു നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം, എന്തോ ഒരു കോമ്പൗണ്ട് അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് അതിന്റെ ഈ പറഞ്ഞ GNPS മോളിക്കുലാർ നെറ്റ്വർക്കിംഗ് എന്ന് പറയും, ഗ്ലോബൽ നാച്ചുറൽ പ്രൊഡക്റ്റ് സോഷ്യൽ മോളിക്കുലാർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്തു. ഈ പറയുന്ന എല്ലാ ഈ റോസ് കളറെല്ലാം നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഫഞ്ചൈ ആസ്പെർജിലസിന്റെ കോമ്പൗണ്ടുകളാണ്. ഈ വെള്ള എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ അല്ല, നമ്മുടെ ബ്ലാങ്ക് ആണ്. ബ്ലാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കൂടെ സോൾവെന്റ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന കോമ്പൗണ്ടുകളൊക്കെ ID ഉണ്ട് നമ്മുടെ ഡാറ്റാബേസിൽ. നിങ്ങൾക്ക് കാണാം ഈ മഞ്ഞ നമ്മൾ പിന്നീട് ലേബൽ ചെയ്തതാണ്. ഈ മഞ്ഞ കോമ്പൗണ്ട്, അതായത് 417
435 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനും ഒരു ഐഡിയും നമ്മുടെ ഡാറ്റാബേസിൽ ഇല്ല. ദാറ്റ് മീൻസ് ദിസ് മേ ബി ന്യൂ. പുതിയ കോമ്പൗണ്ട് വേണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പൊ പുതിയ കോമ്പൗണ്ടിലേക്ക് തപ്പി പോവുകയാണ്. ദിസ് മേ ബി ന്യൂ എന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ലെവലിൽ പോകാം. ഈ കോമ്പൗണ്ട് എവിടെയാണ്, എങ്ങനെ ഐസൊലേറ്റ് ചെയ്യാം, ടാർഗറ്റ് ചെയ്ത് നമുക്ക് ഈ കോമ്പൗണ്ടിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആലോചന. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 417 435 അസോസിയേറ്റ് ആണ്, അല്ലെങ്കിൽ ദേ ആർ റിലേറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട് ഈ ഒരു ലൈൻ വഴി. അതിനർത്ഥം ദേ മേ ബി ഹാവ് സം റിലേഷൻ. എന്താണ് റിലേഷൻ? ഈ 435 18 മോളിക്യൂൾ പോയാലാണ് 417 കിട്ടുക. 18 എന്ന് പറയുന്നത് നമ്മൾ കെമിസ്ട്രി ഇല്ലാതെ വാട്ടർ മോളിക്യൂൾ എന്ന് വിളിക്കും അല്ലെ. ഒരു ഡീഹൈഡ്രേഷൻ നടത്തിയ അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ പോയതാണ് ഈ മോളിക്യൂൾ. അതാണ് അത് തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അപ്പോൾ സംതിങ് ഈസ് ന്യൂ ആൻഡ് വി വാണ്ട് ടു ഐസൊലേറ്റ് 435 അല്ലെങ്കിൽ 417 നമുക്ക് ഐസൊലേറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അവിടെയാണ് നമ്മൾ നമ്മുടെ ടൂൾസ് എല്ലാം പുറത്തെടുക്കേണ്ടത്. ആവനാഴിയുടെ എല്ലാ ആയുധങ്ങളും നമ്മൾ പുറത്തെടുക്കണം. എന്ത് ചെയ്യണം? ക്രൂഡ് എക്സ്ട്രാക്ട് നമ്മൾ ആദ്യം ഫ്ലാഷ് ക്രോമാറ്റോഗ്രാഫി ചെയ്യണം. വി ഡു എ ഫ്ലാഷ് ക്രോമാറ്റോഗ്രാഫി. കുറേ ഫ്രാഗ്മെന്റേഷൻ നടത്തി. ഫ്രാഗ്മെന്റ്സ് മീൻസ് പലതരത്തിലുള്ള സാമ്പിൾസ് ആയിട്ട് അത് മാറ്റി നമ്മൾ അതിനെ ഒരു പെർട്ടിക്കുലർ ഗ്രേഡിയേഷൻ ഉണ്ട്. ആ മെഥനോൾ വെച്ചാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം, പിന്നീട് കാണാം. അപ്പൊ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ പല ഫ്രാക്ഷൻസ് ഉണ്ടാക്കി. ഇവിടെ നമ്മൾ 27ഓളം ഫ്രാക്ഷൻസോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാക്കാം. നമ്മൾ പല ഫ്രാക്ഷൻസും നമ്മളിങ്ങനെ അല്ല, ഇത് ആക്ച്വലി 27 അല്ല, 54 ഫ്രാക്ഷൻസ് ഉണ്ടാക്കിയിരുന്നു ഞാൻ. 50 ഫ്രാക്ഷൻസ് ഉണ്ടാക്കി. ഓരോ ഫ്രാക്ഷനും ഓരോ ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റി. ഓരോ ടെസ്റ്റ് ട്യൂബിൽ നിന്നും കുറച്ച് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? LC-MS മാസ് സ്പെക്. ഇതാണ് എൻ്റെ മാസ് സ്പെക്. ഞാൻ US ഒരു വർഷം വർക്ക് ചെയ്തിരുന്നു. അവിടുത്തെ മാസ് സ്പെക് ആണ് അവിടുത്തെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ പറയുന്ന 50 കോമ്പൗണ്ടും മാസ് സ്പെക്കിൽ ലോഡ് ചെയ്തു. ഇത് ഏത് 50 കോമ്പൗണ്ട് അല്ല, 50 ട്യൂബ്സ് എന്നും 50 ഫ്രാക്ഷൻസ് എന്നും ഏത് ട്യൂബിലാണ് ഞാൻ ഉദ്ദേശിക്കുന്ന 417 അല്ലെങ്കിൽ 435 ഉള്ളത് എന്ന് പിന്നെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പോൾ എനിക്ക് ഒരു ഫ്രാക്ഷനില് ഈ പറയുന്ന കോമ്പൗണ്ട് കിട്ടി, 435 കിട്ടി. അതിന് നമ്മൾ പ്യൂരിഫൈ ചെയ്ത് കംപ്ലീറ്റ് HPLC വെച്ച് പ്യൂരിഫൈ ചെയ്ത് NMR 1D and 2D NMR 2D വെച്ചാൽ 2 ഡയമെൻഷൻ, HMBC HSQC എന്നൊക്കെ പറഞ്ഞിട്ട് കോസി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കെമിക്കൽ അനാലിസിസ് ഉണ്ട്. പിന്നെ ഹൈ റെസൊല്യൂഷൻ മാസ് ഡാറ്റയും കൂടെ എടുത്ത് നമ്മൾ അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്ത് ഇറ്റ് ഷോസ് എ ന്യൂ കോമ്പൗണ്ട്, എ നോവൽ കോമ്പൗണ്ട്. അതാണ് ബെൻസോക്വിനോൺ, ഡൈപൈറോളോ ബെൻസോക്വിനോൺ. ഇതിന്റെ ഒരു റിലേറ്റീവ് ആണ് ടെറുസിനോൺ എ എന്ന് പറയുന്ന ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തിട്ട് ടെറുസിനോൺ എയുടെ ഒരു വെറൈറ്റി ആണ് ഈ കോമ്പൗണ്ട് കണ്ടുപിടിച്ചത്. അങ്ങനെ നമ്മൾ ഒരു പുതിയ കോമ്പൗണ്ട് കണ്ടു, അതിന്റെ കൂടെ വേറൊരു പുതിയ കോമ്പൗണ്ട് കൂടെ കിട്ടി. അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ അതിന്റെ ആക്ടിവിറ്റി ചെക്ക് ചെയ്തു. നമ്മൾ ഇതിന്റെ റീസെന്റ് ആയിട്ട് എന്റെ സ്റ്റുഡന്റ് അത് നമ്മൾ പ്ലാന്റ മെഡിക്ക എന്ന് പറയുന്ന നല്ലൊരു ജേർണലിൽ അത് സബ്മിറ്റ് ചെയ്ത് ആക്സെപ്റ്റ്. ടാർഗറ്റഡ് ഐസൊലേഷൻ ഓഫ് 2 ന്യൂ ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് UVA പ്രൊട്ടക്റ്റീവ് ഡൈപൈറോളോ ബെൻസോക്വിനോൺ ഫ്രം സ്പോഞ്ച് അസോസിയേറ്റഡ് ഫംഗൈ ആസ് നമ്മളത് ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് അത് ആക്സെപ്റ്റ് ചെയ്തു. വിത്ത് മൈ കൊളാബറേറ്റേഴ്സ് ബെഞ്ചമിൻ നാമൻ ആൻഡ് ഡിയാഗോ എല്ലാം കൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ രീതിയിൽ നമുക്ക് പുതിയ കോമ്പൗണ്ട് ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ആദ്യം തന്നെ. പിന്നെ അതിൽ ഒരുപാട് ഡാറ്റാബേസും ഉണ്ട്. യു ക്യാൻ ആസ് ദ ഹെൽപ്പ് ഓഫ് ഡാറ്റാബേസ്. നമ്മുടെ ഒരു മാസ് കിട്ടിക്കഴിഞ്ഞാൽ ആ മാസ് വെച്ച് നമുക്ക് ഇത് ഓൾറെഡി നോൺ കോമ്പൗണ്ട് ആണോ അല്ലയോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേപ്പറാണ്. ഐ തിങ്ക് ഐ ഹാവ് ഓൺലി 15 minutes ലെഫ്റ്റ്. റോജർ ലിനിങ്ടൺ എന്ന് പറയുന്ന അഗെയിൻ മൈ കൊളാബറേറ്റർ കാനഡയിലുള്ള വാൻകൂവർ സേമൺ ഫ്രൈസർ യൂണിവേഴ്സിറ്റിയുള്ള ഒരു മൈ ഫ്രണ്ട് ആൻഡ് സം ഓഫ് മൈ ഓൾഡ് ഫ്രണ്ട് ലൈക്ക് Swap Kadilkar and you can see some here. അവരുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഈ പറയുന്ന നാച്ചുറൽ പ്രൊഡക്റ്റ് അറ്റ്ലസ്. അവരൊരു പുതിയൊരു സോഫ്റ്റ്വെയർ ടൂൾ ഉണ്ടാക്കി നമുക്ക് അത് വെച്ച് നമ്മുടെ കോമ്പൗണ്ട് ഓൾറെഡി നോൺ ആണോ അല്ലയോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നാച്ചുറൽ പ്രൊഡക്ട്സിന്റെ. പിന്നെയുള്ളത് നമുക്ക് പുതിയ ഏരിയയിൽ പോയി തപ്പി നോക്കാം. എന്ത്? നമുക്ക് പുതിയ മൈക്രോ ഓർഗാനിസത്തിനെ കണ്ടുപിടിക്കാം. പുതിയ ഏരിയ മീൻസ് ഡീപ് സീ അല്ലെങ്കിൽ പോളാർ ഓഷ്യൻ വേർ വി ഹാവ് ഇൻ ടച്ച്ഡ് ബിഫോർ. നമ്മൾ മുമ്പ് പോയിട്ടില്ലാത്ത സ്ഥലത്ത് പോയി നമുക്ക് അത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കളക്ട് ചെയ്യാം. പുതിയ മൈക്രോ ഓർഗാനിസം കിട്ടിക്കഴിഞ്ഞാൽ പുതിയ കെമിസ്ട്രി അതിനകത്ത് ഉണ്ടാവും, പുതിയ കെമിക്കൽ കോമ്പൗണ്ട് അതിനകത്ത് ഉണ്ടാവും. നമുക്ക് അത് വെച്ച് പുതിയ ഡ്രഗ്സ് ഉണ്ടാക്കാം.
ഇത് iChip എന്ന് പറയുന്നത് നിങ്ങൾ മൈക്രോബയോളജി പഠിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് സെർച്ച് ഫോർ iChip. വാട്ട് ഈസ് iChip? iChip വെച്ചാൽ ഇൻസിറ്റ്യൂ ചിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇങ്ങനെ ഒരു മെറ്റൽ കാസറ്റ് ഉണ്ടാക്കി അതിനകത്ത് ന്യൂട്രിയൻ മീഡിയം ഇട്ട് നമ്മൾ എവിടെയാണോ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ ബാക്ടീരിയ ഐസൊലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടിടുക. എന്നിട്ട് അതിനകത്ത് ബാക്ടീരിയ ഗ്രോ ചെയ്തിട്ട് ലാബിൽ കൊണ്ടുപോയിട്ട് വളർത്തുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. കാരണം നമുക്കറിയാം നമ്മുടെ പ്ലേറ്റ് കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ബാക്ടീരിയയുടെ 1% മാത്രമേ സോയിൽ വരുന്ന മൈക്രോബ്സ് അല്ലെങ്കിൽ എൻവറോൺമെന്റൽ സാമ്പിൾസിന് 1% മാത്രമേ നമ്മൾ ലാബിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ ഗ്രേറ്റ് പ്ലേറ്റ് കൗണ്ട് അനോമലി എന്ന് വിളിക്കുന്നത്. 1% കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, 99% നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ 99% യൂസ്ഫുൾ ആയിട്ട് മൈക്രോ ഓർഗാനിസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ടൂൾസ്, പുതിയ ഇന്നോവേറ്റീവ് ടൂൾസ് ഉപയോഗിച്ച് പുതിയ മൈക്രോ ഓർഗാനിസം കൾട്ടിവേറ്റ് ചെയ്യും. we had an attempt, or we made an attempt to isolate microorganisms from Arctic fjord. നമ്മൾ അങ്ങനെ ചെയ്തതാണ് പുതിയൊരു സ്പീഷീസ് ഓഫ് ബാക്ടീരിയ ദാറ്റ് ഇസ് കോൾഡ് Pseudonacardia actinomycet. നമ്മൾ അതിനെ സൈറ്റോടോക്സിക്ക എന്ന് പേരിട്ടു. This is a novel actinomycet isolated from Arctic fjord, and അതിലൊരു പൊട്ടൻഷ്യൽ ടോക്സിക് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Danisha is my first PhD student, and my other PhD student Umar, Merlin, എല്ലാവരും കൂടെ ഉള്ളതാണ്. നമ്മുടെ എൻ്റെ സൂപ്പർവൈസറാണ്, പോസ്റ്റ് ഡോക് സൂപ്പർവൈസർ UP സൗത്ത് വെസ്റ്റിലുള്ള സൂപ്പർവൈസറാണ് ജോൺ മാക്മില്ലൻ. ഫ്യൂ അങ്ങനെയുള്ളവർ ചേർന്ന് നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്ത റീസെന്റ് 2020 ജൂണിൽ ഒക്ടോബർ. വെരി റീസെന്റ് നമ്മൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറി എന്ന് വെച്ചാൽ പുതിയൊരു ജീനസ് നമ്മൾ ഡിസ്കവർ ചെയ്തു ഫ്രം ആർട്ടിക്. ആ ജീനസ് നമ്മൾ റോസിയോ ട്രാങ്കുലസ് സെഡിമിനിസ്, സെഡിമെന്റ്സ് എന്ന് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ സെഡിമിനിസ് വിളിച്ചു. പക്ഷെ റോസിയോ ട്രാങ്കുലസ് എന്ന് വിളിക്കാൻ കാരണം എൻ്റെ PhD ഗൈഡ് കൂടിയായ ഡോക്ടർ റോസമ്മ ഫിലിപ്പിന്റെ ബഹുമാനാർത്ഥം നമ്മളതിനെ റോസിയോ ട്രാങ്കുലസ് സെഡിമിനിസ് എന്ന് പേരും കൊടുത്ത് നമ്മളതിനെ പബ്ലിഷ് ചെയ്തു. ഉമർ ആണ് അത് ഐഡന്റിഫൈ ചെയ്തത്. നമ്മളത് വെരി റീസെന്റ് 2021 എന്നാണ് പറയാം, ജനുവരിയിൽ അത് ആക്സെപ്റ്റഡ് ആയി പബ്ലിഷ് ചെയ്ത് വന്നിരിക്കുന്നു ആർട്ടിക് എൻവയോൺമെന്റ്. So this also shows that there are possibility of isolating new microorganisms from unexplored terrains. So and the last portion of slides like we are all talking about bottom up approach. നമ്മൾ നേരത്തെ പറഞ്ഞു genome driven discovery എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ജിനോമിക്സ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ജീൻ വേണമെങ്കിൽ സീക്വൻസ് ചെയ്യാം. നമ്മുടെ ഈ നേരത്തെ കണ്ട എല്ലാ മൈക്രോ ഓർഗാനിസത്തിന്റെയും ഹോൾ ജീനോ നമ്മൾ ചെയ്തതാണ്. നമ്മൾ അത് വെച്ച് ഈ പറയുന്ന ടൂൾസ് വെച്ച് നമ്മൾ അതിനകത്തുള്ള മെറ്റബോളൈറ്റ് പാത്വേസ് ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന പാത്വേസ് ആണ് നമ്മുടെ ഹോൾ മെറ്റബോളിക് സെക്കൻഡറി മെറ്റബോളൈറ്റ് അൺനോൺ റീജിയൻ ഐഡന്റിഫയറും അതുപോലെ ആന്റിബയോട്ടിക് സെക്കൻഡറി മെറ്റബോളൈറ്റ് അനാലിസിസ് ഷെൽ. ഇത് രണ്ടും ഒരു ടൂളാണ്. These tools are used for identifying the potential of a microorganism, whether they have antimicrobial or antibiotic production or anti-cancer production, basically. So നമ്മളെ മെജോറിറ്റി ഓഫ് ബാക്ടീരിയ നോക്കുകയാണെങ്കിൽ they have the potential to produce compounds എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സീക്വൻസിൽ. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും they are not producing, sometimes they are not producing any compound. Such compounds are called silent compound or silent genes or cryptic genes എന്ന് പറയും. That means secondary metabolites that produce no noticeable metabolites. സാധാരണ കേസിൽ അത് സൈലന്റ് ആയിട്ടിരിക്കും. എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രിക്കിംഗ് വന്നാൽ മാത്രമേ അവര് സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ നമുക്ക് ആക്റ്റീവ് ആക്കാം, സൈലന്റിനെ നമുക്ക് എങ്ങനെ വയലന്റ് ആക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് മെത്തേഡ് ഉണ്ട്. വി ഹാവ് മെത്തേഡ് ടു മേക്ക് ദം ആക്റ്റീവ് അല്ലേ. ഒരു ലാക്കോപ്രോൺ എന്ന കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലാക്കോപ്രോൺ എന്താണ്? ജക്കമോണോൾ, അതായത് ലാക്ടോസ് വരുമ്പോൾ മാത്രമേ ബാക്ടീരിയ ഈക്കോളൈ വിൽ പ്രൊഡ്യൂസ് എൻസൈം റിക്വയർഡ് ഫോർ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ലാക്ടോസ്. അതുവരെ അവർ വെറുതെ ഇരിക്കുകയാണ്. they don't want to spend unnecessary energy or വെറുതെ നമ്മൾ എൻസൈംസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് അവർക്കറിയാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മാത്രമേ ഈ പറയുന്ന ബാക്ടീരിയ നമ്മൾ ഈ കോമ്പൗണ്ട് ഉണ്ടാക്കുള്ളൂ. അതാണ് ക്രിപ്റ്റിക് നാച്ചുറൽ പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് അതിനെ രണ്ട് രീതിയിൽ അതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് ഫിസിയോളജിക്കൽ ട്രിഗർ അല്ലെങ്കിൽ മെറ്റബോളിക് എഞ്ചിനീയറിംഗ്. ഫിസിയോളജിക്കൽ ട്രിഗർ എന്ന് പറയുന്നത് ഹേർട്സ്വിക്ക് ആൻഡ് ഗ്രൂപ്പ് ആണ്. അത് ട്രിഗറിംഗ് ദ ക്രിപ്റ്റിക് നാച്ചുറൽ പ്രൊഡക്ട്സ് ബൈ ഞാൻ സ്കിപ്പ് ചെയ്യാണ്.
epigenetic modifiers. There are certain compounds or chemicals which can elicit stimulate the bacteria to produce secondary metabolite. HADAC inhibitors. HADAC inhibitors വെച്ചിട്ടുള്ള ഒരു പിക്ചർ ആണ് ഇതിനൊക്കെ കാണാം. HADAC inhibitor വെച്ചാൽ they are chemicals. Typically they are chemical. For example, phenyl butyrate, dipudicin, nicotinamide, cetinol, so many are there. Quercetin, resveratrol ഒക്കെ പറയുന്ന കോമ്പൗണ്ടുകൾ ഈ പറയുന്ന ബാക്ടീരിയയെ ട്രിഗർ ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഇല്ല, പക്ഷെ ഇതിനകത്ത് നല്ല നല്ല ആക്ടിവിറ്റി കൂടി വരികയാണ്. ഇത് ഹാലോസോൺ അറൗണ്ട് ഇറ്റ്. ഓക്കെ, so this is a plate in which they inoculate the bacteria which is not produced in normal condition any compound, but in this plate they added a increasing quantity of any of this chemical elicitor. So bacteria will sense there is a chemical elicitor, then they start producing antibiotics. ആ രീതിയിൽ നമുക്ക് natural products produce. നമ്മളെ എൻ്റെ ലാബിലും ഇപ്പോൾ നമ്മുടെ we are also trying in that line. We have some good result out of it. We are yet to publish it, but so there is another way. This is an experiment which we performed. We means when I was in Dallas with Professor Aaron, and he's a technician there. We worked on anaerobic that's Clostridium. Clostridium നമ്മൾ ഇത് ട്രൈ ചെയ്തു. Anaerobic chamber നമ്മൾ ഈ പറയുന്ന elicitor വെച്ച് we try to induce the production of compounds. What we did that നമ്മൾ ഈ പറയുന്ന phenyl butyrate അല്ലെങ്കിൽ sodium butyrate അല്ലെങ്കിൽ nicotinamide ഒക്കെ വെച്ച് നമ്മൾ കൾച്ചർ ചെയ്തു. ഇത് without any elicitor, this is with elicitor. എന്നിട്ട് നമ്മൾ ആഫ്റ്റർ 5 days of growth or 6-7 days of growth നമ്മൾ ആ മെറ്റബോളൈറ്റ്സ് മൊത്തം എക്സ്ട്രാക്ട് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കളക്ട് ചെയ്ത് we did a LCMS ഇട്ടപ്പോൾ the objective is that is there any additional peaks, new peak വല്ലതും വരുന്നുണ്ടോ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ന്യൂ പീക്കും ഇതിലൊന്നിലും വന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഈ പറയുന്ന എപ്പിജെനറ്റിക് മോഡിഫയേഴ്സ് വെച്ച് നമുക്ക് ക്ലോസ്ട്രീഡിയം നമ്മൾ ഉപയോഗിച്ച സ്ട്രെയിനെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റിയതേ ഇല്ല. ദാറ്റ് മീൻസ് that doesn't mean that the experiment is failure. In science, what you have to face is the failure always. Failure ഒരുപാട് നമ്മൾ വരും, അതിനൊക്കെ നമ്മൾ വിട്ടിട്ട് പോകരുത്. അടുത്ത perseverance is very important in science. Thomas Alva Edison ബൾബ് ഇൻകാൻഡസൻ ലാമ്പ് ബൾബ് കണ്ടുപിടിക്കാൻ എത്രയോ ട്രയൽ നടത്തിയതാണ്. 999 അറ്റംപ്റ്റ് അദ്ദേഹം ട്രൈ ചെയ്തു. അവസാനത്തെ ആണ് സക്സസ് ആയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെച്ചാല് ഞാൻ പരാജയപ്പെട്ടു എന്നല്ല, ഐ ഡിസ്കവേർഡ് 999 ways which can lead to failure എന്നാ പറഞ്ഞത്. അതൊരു കണ്ടുപിടുത്തം തന്നെയാണ്, which can lead to failure. So take it as a positive. നമ്മളിപ്പോ ഇവിടെ പോസിറ്റീവ് റിസൾട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും we identify that it is cannot be modified or cannot be controlled. At least this pathogen, this Clostridium is not produced. So another method is that we can put your microorganism with any other microorganism. Co-culture is a bacteria which is supposed to produce a compound, having the potential to produce a compound, but actually it is not producing. അപ്പൊ അതിനെ നമ്മൾ വേറൊരു ബാക്ടീരിയയുടെ കൂടെ നമ്മൾ വളർത്തിയാൽ ആ വേറൊരാൾ കൂടെ വളരുന്നതിന്റെ ഒരു ചെറിയ ഇറിറ്റേഷൻ ചിലപ്പോൾ ഇതിൽ കാണും. അപ്പൊ this one start producing some compound. അതാണ് co-culture, trigger cryptic genes. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ ചെയ്യാവുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു മെയിൻ ആയിട്ടും അടുത്ത ലെവൽ ഓഫ് എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെറ്റാജീനോം ബേസ് നമുക്ക് പുതിയ കോമ്പൗണ്ടുകളിലേക്ക് എത്താം. വാട്ട് ഈസ് മെറ്റാജീനോം? എൻവയോൺമെന്റൽ DNA ആണ് മെറ്റാജീനോം എന്ന് വെച്ചാൽ. നിങ്ങൾ സോയിൽ എടുക്കുക, സോയിലകത്തുള്ള എല്ലാ DNA ഐസൊലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മെറ്റാജീനോം എന്ന് പറയും. അല്ലെങ്കിൽ വാട്ടർ എടുക്കുക, വാട്ടർ എന്നുള്ള DNA മൊത്തം ഫിൽട്ടർ ചെയ്തിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് മെറ്റാജീനോം. അതിനെ നോക്കുന്നത് മെറ്റാജീനോം എന്ന് പറയാം. അതിനകത്ത് ലൈവ് ആയിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള വളരെ പഴക്കം ചെന്ന DNA ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് വി ഗെറ്റ് എ കളക്ഷൻ ഓഫ് DNA. ഈ DNA എന്ത് ചെയ്യും? ഈ DNA നമ്മള് സ്കാൻ ചെയ്യും. ഈ DNA നമ്മുടെ ഈ പറഞ്ഞ എല്ലാ സോഫ്റ്റ്വെയറും വെച്ചിട്ട് ഏതെങ്കിലും മെറ്റബോളിക് പാത്വേ ഉണ്ടോ എന്ന് നോക്കും. മെറ്റബോളിക് പാത്വേ വെച്ചാൽ ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാത്വേ ഉണ്ടോ എന്ന് നോക്കും. ആ ഉണ്ടെങ്കിൽ ആ ജീനെ നമ്മൾ അതിനകത്ത് ഫിഷ് ഔട്ട് ചെയ്യും. നമ്മൾ അതിനെ ആംപ്ലിഫൈ എടുക്കും. ആംപ്ലിഫൈ എടുത്ത് ഈ പറയുന്ന